നമസ്കാരം. ഡീമൺ സ്ലേയിങ് പീക്കിലേക്ക് ഫ്ലോർ ഗ്രാനിയുടെ ആ ബന്ധുവിൻ്റെ മകൻ അവിടെ എത്തിയതും ശരിക്കും ആ എൻജിയർ ഡീമൺ സ്ലേയിങ് പീക്കിലും ഒരു വല്ലാത്ത അന്തരീക്ഷ ചേഞ്ച് ഉണ്ടാവുകയാണ്. പീച്ച് നിറത്തിലുള്ള പൂക്കളുടെ ഒരു വൻ ശേഖരം പെട്ടെന്ന് ആ ചുറ്റുപാട് മുഴുവൻ ഉണ്ടായി. ആ പൂക്കളുണ്ടായ അതേ നിമിഷത്തിൽ ഒരു പ്രഷർ എല്ലാ മേഖലയിലും അനുഭവപ്പെട്ടു തുടങ്ങിയാണ്. ഡീമൺ സ്ലേയിങ് പീക്കിൽ വളരെ ശക്തരായ മിടുക്കരായ യോദ്ധാക്കൾ ഒരുപാടുണ്ട്. ആ യോദ്ധാക്കൾ പെട്ടെന്ന് പുറത്തേക്കിറങ്ങി. അവർ പുറത്തേക്കിറങ്ങി വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ അവരെ കാത്തങ്ങനെ നിൽക്കുകയാണ്. അയാളെ കണ്ടതും അവർ ചോദിച്ചു, ഏയ് ആരാ നിങ്ങൾ? ആ ചോദ്യം കേട്ടതും ആ ചെറുപ്പക്കാരൻ വെറുതെ കൈ കാഷ്വലായിട്ടൊന്ന് അനക്കി. ആ നിമിഷത്തിൽ ആ ചോദ്യം ചോദിച്ച വ്യക്തിയുടെ വയറ്റിലേക്ക് ഒരു പ്രകാശം അതിശക്തമായി ഒന്ന് വന്നങ്ങിടിച്ചു. ആ പ്രകാശം വന്നിടിച്ചതും ആ ചെറുപ്പക്കാരൻ രണ്ട് കൈകൊണ്ടും അയാളുടെ വയറ് പൊത്തിപ്പിടിച്ചു പോവുകയാണ്. അയാളെ വയറ് പൊത്തിപ്പിടിച്ചുകൊണ്ട് വേദന കൊണ്ട് പൊളയുന്ന കണ്ടതും അടുത്ത് നിൽക്കുന്ന ആള് ഉറക്കെ ആ ആഗ്രഹനോട് പറഞ്ഞു, നിങ്ങൾ എന്തായി കാണിച്ചത്? നിങ്ങൾ ഇയാളുടെ ഡാൻഡിയൻ പോയിന്റ് തകർത്തിരിക്കുകയല്ലേ? ഒരു യോദ്ധാവിന്റെ ഇന്റേണൽ എനർജി ഉപയോഗിക്കാനുള്ള ശക്തി ഇരിക്കുന്നത് ഡാൻഡിയൻ പോയിന്റിലാണ്. അയാളുടെ ആ ഡാൻഡിയൻ പോയിന്റിലേക്ക് ഇന്റേണൽ എനർജി സ്വരൂപിക്കാൻ അയാൾക്ക് കഴിഞ്ഞാൽ മാത്രമേ ഇന്റേണൽ എനർജി ഉപയോഗിച്ച് അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. സാധാരണ യോദ്ധാക്കളൊക്കെ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുകയും ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ്. അവരിൽ നിന്ന് മാർഷൽ ആർട്ടിസ്റ്റുകൾ ശരിക്കും ജീനിയസുകളായി മാറുന്നത് ഇന്റേണൽ എനർജി ഉപയോഗിച്ച് തുടങ്ങുന്ന നിമിഷം മുതലാണ്. അവരാണ് ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട്, ദൈവിക ശക്തിയെ ധിക്കരിച്ചുകൊണ്ട് അതിശക്തരായി വളരുക. അവരുടെ ആ വളർച്ചയെ പലപ്പോഴും ഹെവൻലി പവർ തടസ്സപ്പെടുത്താറുണ്ട്. ട്രിബുലേഷൻ ഗ്രാൻഡ് മാസ്റ്റർ മേഖലയിലും തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ മേഖലയിലും അത് നമ്മൾ കണ്ടതാണ്. അത് ഈ കൾട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളുടെ ഒരു സ്വപ്നമാണ്. ഗ്രാൻഡ് മാസ്റ്ററും അതുപോലെ മാർക്യൂസും അതിനുശേഷം മാർഷൽ സെയിന്റും ഒക്കെ കഴിഞ്ഞ് റിവേഷൻ മൈറ്റി ലെവലും റിവേഷൻ ഓയിഡ് സ്റ്റേജും കഴിഞ്ഞിട്ടാണ് ട്രൂ സെയിന്റിലേക്ക് ഒരാൾ കടക്കുന്നത്. ട്രൂ സെയിന്റ് ലെവലിലേക്ക് എത്താറായ ഒരു യോദ്ധാവിനെയാണ് ഇപ്പൊ ഇതാ ഈ കഥാപാത്രം ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. പെട്ടെന്ന് ആ കൂടിയ ആളുകളുടെ ദേഷ്യം മുഴുവൻ ആ ആഗതന്റെ നേരെയായി. ഡീമൺ സ്ലേയിങ് പീക്കിലെ പീക്ക് മാസ്റ്റർ ഹാൻസ് പീറ്ററും പെട്ടെന്ന് പുറത്തേക്ക് ഓടിയെത്തി. ഹാൻസ് പീറ്റർക്കൊപ്പം ഷാങ് മാങ്ങും ജൂവും ഓടിയെത്തിയതും സകലരും ആ ആളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തു. അയാള് ആ ഫ്ലവർ ഗ്രാനിയുടെ കുടുംബത്തിലെ അതിശക്തരായ യോദ്ധാവാണ്. ദേഷ്യത്തോടെ ആ ഡീമൺ സ്ലേയിങ് പീക്കിലെ ആളുകൾ ഒന്നിച്ച് ആ ചെറുപ്പക്കാരൻ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോഴാണ് പീക്ക് മാസ്റ്ററും ജൂവും അതുപോലെ ചാങ് മാങ്ങും അയാൾ തിരിച്ചറിഞ്ഞത്. നേരത്തെ തന്നെ ദേഷ്യം കൊണ്ട് ജ്വലിക്കുകയാണ് ചാങ് മാങ്ങും ജൂവും. ഈ ചെറുപ്പക്കാരന്റെ സംഭാഷണം അവരെ വല്ലാതെ ദേഷ്യപ്പെടുത്തിയിരിക്കുമ്പോഴാണ് ഈ സംഭവ വികാസം ഉണ്ടാകുന്നത്. ജൂവും ചാങ് മാങ്ങും കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ മുന്നോട്ട് കുതിച്ചതും ആ ചെറുപ്പക്കാരൻ കൈകൾ പുറകിൽ കെട്ടി നിൽക്കുകയാണ്. അവന്റെ മുഖത്ത് ഒരു പുച്ഛഭാവം. തനിക്ക് നേരെ പാഞ്ഞു വരുന്ന പർവ്വതം പോലെ ശരീരമുള്ള ചാങ് മാങ്ങിനെയും ആ കൊച്ചു ശരീരമുള്ള ജൂവിനെയും കൗതുകത്തോടെ നോക്കുന്ന ആ ചെറുപ്പക്കാരൻ അവരടുത്തെത്തിയതും അയാളുടെ കൈകൾ ഒന്ന് ചലിപ്പിച്ചു. ഒരു മജീഷ്യന്റെ കൈ വിരുത് അയാളുടെ കൈ ചലിക്കുമ്പോൾ നമുക്ക് കാണാം. പീച്ച് നിറത്തിലുള്ള അനവധി പൂക്കളാണ് ആകാശത്ത് നിന്ന് പൊട്ടിവിടരും പോലെ ഉണ്ടായി വന്നത്. ആ പൂക്കൾ അയാളുടെ മുന്നിൽ ഇങ്ങനെ വന്നതും അയാൾ വെറുതെ കൈ ഒന്ന് ചലിപ്പിച്ചു. ഉടൻ ആ പൂക്കൾ ജൂവിന്റെയും ചാങ് മാങ്ങിനും നേരെ പാഞ്ഞു വരികയാണ്. ആ പാഞ്ഞു വരുന്ന പൂക്കളുടെ പവർ ശരിക്കും ഒരു ട്രിബുലേഷൻ ലെവലിലെ ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ആളുടെ വിളിച്ച് അറിയിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം ചാങ് മാങ്ങും ജൂവും അറിയുമ്പോഴേക്കും ശരിക്കും അവര് വൈകിപ്പോയിരുന്നു. അവിടെ പുറത്തേക്ക് ആ പൂക്കൾ വീണാൽ അവരുടെ പുറത്ത് ആ പൂക്കൾ വീണാൽ അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കും. ചാങ് മാങ്ങും ജൂവും പെട്ടെന്ന് സ്റ്റക്കായതുപോലെ നിന്ന ആ നിമിഷത്തിൽ അവർക്ക് മുന്നിലേക്ക് ഒരു സുവർണ പ്രകാശം കടന്നു വന്നു. ആ സുവർണ പ്രകാശം ആ പീച്ച് ബ്ലോസം പൂക്കളെ പൂർണ്ണമായി നിർവീര്യമാക്കി. ആ പൂക്കൾ ആ സുവർണ പ്രകാശത്തെ തട്ടി താഴേക്ക് വീഴുമ്പോൾ മാർക്ക് ഫെല്ലർ ജൂവിന്റെയും ചാങ് മാങ്ങിന്റെയും മുന്നിൽ നിൽക്കുകയാണ്. മാർക്ക് ആ മുന്നിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരനോടായി പറഞ്ഞു, ഏയ് ഷോങ്, നിങ്ങൾക്ക് എന്താ വേണ്ടേ? മാർക്ക് ഫെല്ലർ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടതും ഷോങ് ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ നിന്നെ ക്ഷണിക്കാൻ വന്നതാണ്. നിന്നെ അവിടെ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുകയാണ്. പ്ലീസ് കം വിത്ത് മീ. മാർക്ക് ഫെല്ലറോട് അവിടെ വെച്ച് എതിരിടാൻ അയാൾക്ക് ഒരു താല്പര്യമില്ല എന്ന ശൈലിയിൽ പെട്ടെന്ന് അയാൾ അങ്ങ് കൂളായിട്ട് അങ്ങനെ പറഞ്ഞതും
അന്തരീക്ഷം ഒന്ന് തണുത്തു. മാർക്ക് ഷാങ് മാങ്ങിനെയും ജൂവിനെയും നോക്കിയിട്ട് അവരോട് പറഞ്ഞു, ഓക്കെ, ഞാൻ അവിടെ വരെ പോകാം. മാർക്ക്, ഞാനും വരുന്നു. രണ്ടാമത് ആലോചിക്കാതെ ജൂ ചാടി മാർക്കിന്റെ തോളിലേക്ക് കയറുകയും ചെയ്തു. ഷാങ് മാങ്ങും ജൂവും സാക്ഷാൽ പീക്ക് മാസ്റ്റർ ഹാൻസ് പീറ്റർ ഉൾപ്പെടെ ഒരു സംഘം തന്നെ തുടർന്ന് ജാഥയായിട്ട് ആ ഡീമൺ സ്ലെയിങ് പീക്കിൽ നിന്ന് ആ എർത്തൻ പീക്കിലേക്ക് അങ്ങ് നടന്നു ചെല്ലുകയാണ്. ശരിക്കും ആ ജാഥ അങ്ങനെ നടന്നു വരുമ്പോൾ അവരെ കൗതുകത്തോടെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് എർത്തൻ പീക്കിൽ പലരും. കൗതുകത്തോടെ അവരങ്ങനെ വീക്ഷിക്കുമ്പോൾ രണ്ടുപേരുടെ മുഖം ശരിക്കും വിവരണമാണ്. അതിലൊരാൾ സാക്ഷാൽ ഡീൻലിയാണ്, മറ്റേയാൾ ഫ്ലവർ ഗ്രാനിയാണ്. രണ്ടുപേരും അടുത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് ആലോചിച്ച് വളരെ ടെൻഷനിലാണ്. മാർക്ക് ഫെല്ലർ ആ ഡീമൺ സ്ലെയിങ് പീക്കിലെ ആളുകൾക്കൊപ്പം എർത്തൻ പീക്കിലേക്ക് കടന്നതും അവിടെ ഇരിക്കുന്ന ആളുകളിൽ ഒരാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നെ ഞങ്ങൾ ഇവിടേക്ക് വിളിപ്പിച്ചത് ചില പ്രധാന കാര്യങ്ങൾ നിന്നോട് പറയാനാണ്. ഇവിടെ ഈ തണ്ടർ കോർട്ട്യാർഡിന്റെ ഡീൻ നിന്നെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടാണ് നിന്നോടത് പറയാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. മാർക്ക്, നിനക്കറിയാം വരാൻ പോകുന്ന കാലഘട്ടം അത്ര നല്ലതല്ല എന്നുള്ളത്. ഗോസ്റ്റ് റേസും ഡീമൺ റേസും മോൺസ്റ്റർ റേസും ഒരു ധാരണയിൽ എത്തിയതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. അവർ മൂന്നും ചേർന്ന് ഹ്യൂമൻ റേസ് ആക്രമിച്ചാൽ ചിലപ്പോൾ നമുക്ക് അത് ഒരു ദോഷമുണ്ടാക്കും. ഈ സമയത്ത് ശക്തരായ ആളുകളുടെ കയ്യിൽ അതിശക്തമായ ആയുധങ്ങൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. മാർക്ക്, നിന്റെ കയ്യിൽ ആ ശൈലിയുള്ള ചില ആയുധങ്ങൾ ഉള്ളത് ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. മാർക്ക്, നീ ഇപ്പോ അത് ഇവിടെ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ഒരു തരത്തിലുമുള്ള സംശയങ്ങൾക്ക് ഇട നൽകാത്ത വിധത്തിലാണ് ആ വ്യക്തി ആ കാര്യം പറഞ്ഞത്. മാർക്ക് ഫെല്ലർ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടതും അയാൾ വീണ്ടും മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ആ ജി കുടുംബത്തിൽ നിന്ന് കിട്ടിയ എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത് ആ ഇമ്മോർട്ടൽ എംബറുടെ ആ ഡെഡ് ബോഡിയും ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ആ ശവപ്പെട്ടിയും പിന്നെ നിനക്ക് ആ ജി കുടുംബത്തിൽ നിന്ന് ലഭിച്ച ആ ഗോസ്റ്റ് സോഡും അതുപോലെ ജി കുടുംബത്തിൽ നിന്ന് ലഭിച്ച ആ വാളുമാണ്. ജീനയുടെ കുടുംബത്തെയാണ് ജി കുടുംബം എന്ന് വിളിക്കുക. ജി കുടുംബത്തിന്റെ കയ്യിൽ ഒരു വാളുണ്ട്. അത് ജീന മാർക്കിനെ കാണിച്ചിട്ടുണ്ട്. അത് ഓർമ്മയുള്ള മാർക്ക് പെട്ടെന്ന് ആ ആളോട് പറഞ്ഞു, സീനിയർ, എനിക്ക് ഈ ജി കുടുംബത്തിന്റെ ആ വാള് ഇതുവരെ ലഭിച്ചിട്ടില്ല. മറ്റു മൂന്നും എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ മാർക്ക് പറഞ്ഞതും മാർക്കിനോട് സംസാരിക്കുന്ന വ്യക്തിയുടെ അടുത്തിരിക്കുന്ന ആള് മാർക്കിനോടായി പറഞ്ഞു, മാർക്ക്, നീ ആ ഗോസ്റ്റ് സോഡ് തൽക്കാലം ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണ്ട. നീ അത് കൈവച്ചേക്ക്. അത് നിന്റെ ഡിവൈൻ സെൻസുമായി കണക്റ്റഡ് ആണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം. നീ ബാക്കിയുള്ളവ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും. മാസ്ക് വെച്ച സ്ത്രീയുടെ ആ ശവപ്പെട്ടിയും അതുപോലെ യാവോ കുടുംബത്തിന്റെ ആ ഇമ്മോർട്ടൽ ചക്രവർത്തിയുടെ ഡെഡ് ബോഡിയുമാണ് അവർക്ക് വേണ്ടത്. മാർക്ക് അതിന് എന്ത് മറുപടിയാണ് പറയാൻ പോകുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഡീലിലേക്കും ഫ്ലവർ ഗ്രാനിക്കും ഉണ്ട്. രണ്ടുപേർക്കും ഒരു വോയിസും ഇല്ലാത്ത ഒരു പ്ലേസിൽ അവരിതാ എത്തിയിരിക്കുകയാണ്. ഇത്രയും കാലം അവർ രണ്ടുപേരും തണ്ടർ കോർട്ട്യാർഡിന്റെ അനിശ്ചിത നേതാക്കളായി ഒരുപാട് ആളുകൾക്ക് പരിശീലനം കൊടുത്തവരാണ്. പക്ഷെ ഇപ്പോ അവരെക്കാൾ ശക്തരായ തണ്ടർ കോർട്ട്യാർഡിന്റെ യഥാർത്ഥ ഉടമകൾ അവിടേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. അവര് ആ തണ്ടർ കോർട്ട്യാർഡിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുത്ത ശൈലിയിലാണ് സംസാരിക്കുന്നത്. ഡീൻലിയും അതുപോലെ ഫ്ലവർ ഗ്രാനിയും നിശബ്ദരായി മാർക്കിനെ നോക്കുമ്പോൾ മാർക്കിന്റെ കണ്ണുകൾ ഡീൻലിയുടെയും ഫ്ലവർ ഗ്രാനിയുടെയും കണ്ണുകളുമായി ഇടഞ്ഞു. രണ്ടുപേരുടെയും മുഖഭാവം മാർക്ക് കൃത്യമായി നോട്ട് ചെയ്തു. രണ്ടുപേർക്കും ശരിക്കും സങ്കടമാണ്. മാർക്ക് ഇടഞ്ഞാൽ അവിടെ ഒരു യുദ്ധം അനിവാര്യമായി നടക്കും. ആ യുദ്ധം ഒഴിവാക്കാൻ ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്ന് അവരുടെ മുഖം വിളിച്ചു പറയുന്നുണ്ട്. അത് കണ്ടതും മാർക്കിനോട് സംസാരിച്ച ആളോടായി പറഞ്ഞു, ഓക്കെ, ഞാൻ അത് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. മാർക്ക് അത് പറഞ്ഞതും മാർക്കിനെ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഷോങ് ഉറക്കെ എല്ലാവരോടായി പറഞ്ഞു, അല്ല, എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. നമ്മളെന്തിനാ ഈ മാർക്കിനോട്, ഈ തെമ്മാടിയോട് ഈ ശൈലിയിൽ സംസാരിക്കുന്നത്? അവനെ ഉള്ളതൊക്കെ നമുക്കിങ്ങനെ പിടിച്ചെടുത്താൽ പോരെ. അവൻ ആളത്ര നല്ല കക്ഷിയൊന്നുമല്ല. ആ ഹോളി റീജിയനിലെ സെൻട്രൽ പ്ലെയിനിലെ 9 ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളും അവനെ കൊല്ലാനായി കാത്തിരിക്കുകയാണ്. അതിന് വ്യക്തമായ കാരണമുണ്ടല്ലോ. ഇവൻ ആൾ ശരിയല്ല. ഇവൻ ആരെയും ബഹുമാനിക്കുകയോ അനുസരിക്കുകയോ ചെയ്യത്തില്ല. അത് മാത്രമല്ല, ഞാൻ ഇവനെക്കുറിച്ച് കാര്യമായി അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ഡീമൺ റൈസിന്റെ ഇമോർട്ടൽ ക്രൈന്റെ സുഹൃത്താണ് ഇവൻ. ഡീമൺ റൈസുമായി സൗഹൃദമുള്ള ഒരാളെ
നമ്മളതിന് ബാലൻസ് വെക്കണം. ഇവനെ ഇപ്പൊ തന്നെ അരിഞ്ഞ് വീഴ്ത്തേണ്ടതാണ്. സോങ് അത് പറയുമ്പോൾ ഡീൻലിയുടെയും ഫ്ലവർ ഗ്രാനിയുടെയും മുഖങ്ങ് വിളറി. പെട്ടെന്ന് ഡീൻലി ഉറക്കെ പറഞ്ഞു, ഏയ്, നമ്മളീ പറയുന്നത് ചെയ്യുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞല്ലോ, മാർക്ക് ഈ തണ്ടർ കോർട്ട്യാർഡിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് നമ്മൾ മാർക്കിനോട് കടപ്പെട്ടിരിക്കുകയാണ്. മാർക്ക് സ്വയം നേടിയ ആർട്ടിഫാക്റ്റുകളും അനുബന്ധ സംവിധാനങ്ങളുമാണ് മാർക്ക് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തത്. അതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. അങ്ങനെ ഡീൻലി പറഞ്ഞതും സോങ് ഡീൻലിയോട് പറഞ്ഞു, ഹേയ്, അതൊന്നും മാത്ര വലിയ കാര്യങ്ങളൊന്നുമല്ല. ഇവൻ ആള് കുഴപ്പക്കാരനാണ്. ഇവനെ അവസാനിപ്പിക്കുന്നിടത്തുനിന്നാണ് ശരിക്കും ഡീമൺ റേസിനെതിരെയുള്ള ശരിയായ യുദ്ധം തണ്ടർ കോർട്ട്യാർഡ് ആരംഭിക്കേണ്ടത്. സോങ് പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ടെന്ന് ആ ആളുകളുടെ മുഖഭാവം കാണുന്ന ആർക്കും മനസ്സിലാവും. അവരൊക്കെ സോങ് പറയുന്നതിനെ അങ്ങ് അംഗീകരിക്കുകയാണെന്ന് ഒരു തോന്നൽ. മാർക്ക് ഫെല്ലർ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ചാങ് മാങ്ങിനും ജൂനും ശരിക്കും ദേഷ്യം വരികയാണ്. ചാങ് മാങ്ങിന് ആ നിമിഷത്തിൽ മുന്നോട്ട് കുതിച്ച് ആ സോങ്ങിനിട്ടൊന്ന് പൊട്ടിക്കിടുന്നുണ്ട്. പക്ഷെ സോങ് ട്രിബ്യൂഷൻ ലെവലിലെ ഫസ്റ്റ് ലെവലും ചാങ് മാങ് ട്രൂ സെയിന്റിന്റെ പീക്ക് ലെവലിലുമാണ്. ഒരു ഗ്യാപ്പ് അവർ തമ്മിലുണ്ട്. ആ ഗ്യാപ്പ് വളരെ വലുതാണ്. പക്ഷേ ചാങ് മാങ്ങിന് ആ ഗ്യാപ്പ് വ്യത്യാസമൊന്നും ഒരു വിഷയമേ അല്ല. ആരെ എതിർക്കാനും ചാങ് മാങ് തയ്യാറാണ്, പ്രത്യേകിച്ച് മാർക്കിന് വേണ്ടി. ഈ സമയത്ത് മാർക്കിന്റെ കൈവശമുള്ള സുമേരു റിങ്ങിനകത്ത് അനവധി ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ സാക്ഷാൽ ജീനയുമുണ്ട്. ജീന ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും വല്ലാത്ത അസ്വസ്ഥതയോടെ ആ തണ്ടർ കോർട്ട്യാർഡിലെ ആളുകളുടെ ഡയലോഗ് ശ്രദ്ധിക്കുമ്പോൾ പെട്ടെന്നാണ് ആകാശത്ത് ചെവി പൊട്ടുന്ന ഒരു ശബ്ദമുണ്ടായത്. 9 കളർഫുൾ മേഘങ്ങളുടെ ഒരു വരവും അവ തമ്മിലുള്ള കൂട്ടിമുട്ടലുമാണ് ആ ശബ്ദത്തിന്റെ അടിസ്ഥാനം. സകല ആളുകളുടെയും കണ്ണുകൾ പെട്ടെന്ന് ആ മേഘങ്ങളിലേക്ക് ഉയരുകയാണ്. ആകാശത്ത് അതിമനോഹരമായ 9 കളർഫുൾ മേഘങ്ങൾ. ആകാശം ഇപ്പോൾ കാണാൻ വല്ലാണ്ട് ഭംഗിയായിരിക്കുകയാണ്. ആ മേഘങ്ങൾ എത്തി നിൽക്കുന്നത് സാക്ഷാൽ എമിലി ബ്ലാക്ക് ധ്യാനത്തിലിരിക്കുന്ന ആ മലയുടെ നേർമുകളിലാണ്. അത് കണ്ടതും അവിടെ കൂടിയിരിക്കുന്ന ആ ലീ കുടുംബത്തിലെ നമ്പർ 1 എന്ന് വിളിക്കുന്ന ലീ റോജർ അറിയാതെ പറഞ്ഞു പോവുകയാണ്, ഓ മൈ ഗോഡ്, എന്തായി കാണുന്നത്? 9 മേഘങ്ങളോ? അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാളാണ് ഈ തണ്ടർ കോർട്ട്യാർഡിലെ ഏറ്റവും ശക്തൻ, സീനിയർ റോജർ. ലീ കുടുംബത്തിന്റെ ഇമോർട്ടൽ എംപറർ സാക്ഷാൽ ലീ കഴിഞ്ഞാൽ അടുത്ത ശക്തൻ ആരെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, റോജർ ലീ. ആ റോജർ ലീക്ക് വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ചയാണ് അയാൾ ഇപ്പോൾ കാണുന്നത്. അയാളുടെ ട്രിബ്യൂഷൻ ലെവലിലേക്ക് ബ്രേക്ക് ത്രൂ നടത്തിയപ്പോൾ അയാളെ എതിരേറ്റത് 8 മേഘങ്ങളാണ്. ഇപ്പോ 9 മേഘങ്ങൾ. 9 എന്ന് പറയുന്നത് അവസാനത്തെ നമ്പറാണ്. അതിന് മുകളിലേക്ക് ഒരു സംഭവമില്ല. ആ 9 മേഘങ്ങളും ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടത് മാത്രമല്ല, അവ കൂട്ടിമുട്ടി അതിശക്തമായ മിന്നലുകൾ താഴേക്ക് അതിവേഗം വരികയുമാണ്. ആ മേഘങ്ങളും താഴേക്ക് വരുന്ന മിന്നലുകൾ തുരുതുര എമിലി ബ്ലാക്കിന്റെ മുകളിലേക്ക് പതിക്കുന്നത് ഇവിടെ ആ എർത്തൻ പീക്കിലുള്ള ആളുകൾക്ക് കാണാം. അവരിൽ നിന്ന് ഒത്തിരി അകലെയാണ് എമിലി ബ്ലാക്ക്. എമിലി ബ്ലാക്കിന്റെ മുകളിലേക്ക് തുരുതുര ആ മിന്നലുകൾ പതിക്കുമ്പോൾ സകല ആളുകളുടെ ശ്രദ്ധ ഓട്ടോമാറ്റിക്കായിട്ട് ആ മലയിലേക്ക് തിരിഞ്ഞു. ഈ തണ്ടർ കോർട്ട്യാർഡിലുള്ള ആളുകളുടെ ശ്രദ്ധ മാത്രമല്ല അവിടേക്ക് തിരിഞ്ഞത്. അങ്ങ് അകലെ സെൻട്രൽ പ്ലെയിനിൽ ബ്ലാക്ക് കുടുംബത്തിലെ താനിഷി ബ്ലാക്ക് ഈ കാഴ്ച കാണുന്നുണ്ട്. അദ്ദേഹവും ആ ഭാഗത്തേക്ക് അറിയാതെ നോക്കിപ്പോവുകയാണ്. അയാൾ അടുത്ത് നിൽക്കുന്ന ബ്ലാക്ക് കുടുംബത്തിലെ ആളുകളോട് പറയുകയും ചെയ്തു, നമ്മൾ ശരിക്കും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ടാലന്റിനെയാണ് ഒഴിവാക്കിയത്. എമിലിയെ പോലെ ഒരാളെ ഒരിക്കലും നമുക്കിനി കിട്ടില്ല. ബ്ലാക്ക് കുടുംബം യുഗങ്ങളോളം കാത്തിരുന്നാലും എമിലി ബ്ലാക്കിനെ പോലെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളെ അവർക്ക് കിട്ടത്തില്ല. ആ കാര്യം താനിഷ് ബ്ലാക്കിന് 100% ഉറപ്പാണ്. പക്ഷെ അന്ന് മറ്റു പല സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ താനിഷ് ബ്ലാക്കിന് എമിലിയെ ഒഴിവാക്കേണ്ടി വന്നതാണ്. താനിഷി അത് പറഞ്ഞപ്പോൾ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, അതെ, ഇമോർട്ടൽ ചക്രവർത്തി ടിയാൻ ബ്ലാക്കിന്റെ അതേ രക്തമല്ലേ എമിലിയിൽ ഒഴുകുന്നത്? എമിലി ശക്തിയായില്ലെങ്കിൽ അതല്ലേ അതിശയം. ബ്ലാക്ക് കുടുംബത്തിൽ എമിലി ബ്ലാക്കിനോടുണ്ടായിരുന്ന സകല എതിർപ്പും അസ്തമിച്ചു പോകുന്ന നിമിഷങ്ങളാണ്. സകലർക്കും വല്ലാത്തൊരു അഭിമാനം തോന്നുകയാണ്. അവരുടെ രക്തം ശരീരത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന, അവരുടെ രക്തം വഹിക്കുന്ന
എമിലി ബ്ലാക്ക് ഇതാ ബ്രേക്ക് ത്രൂവിന് ശ്രമിക്കുകയാണ്. ഇനി എമിലി ബ്ലാക്ക് ട്രിബുലേഷൻ സ്റ്റേജിലേക്ക് കടക്കുകയാണ്. ടാനിഷി ബ്ലാക്ക് ട്രിബുലേഷൻ സ്റ്റേജിലെ സെക്കൻഡ് ലെവലിലാണ്. ടാനിഷി ബ്ലാക്കിന് ആ സെക്കൻഡ് ലെവലിൽ നിന്ന് മുന്നോട്ട് പോകാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്. പക്ഷെ എമിലിയുടെ മുന്നിലുള്ള പാത വളരെ വലുതാണ്. അവൾ എവിടം വരെ എത്തുമെന്നുള്ള കാര്യം ആർക്കും മുൻകൂട്ടി പറയാൻ കഴിയില്ല. ഭാവിയിൽ അവളൊരു ഇമ്മോർട്ടൽ ചക്രവർത്തിയായി മാറില്ല എന്നും പറയാൻ കഴിയില്ല. അത്രയേറെ പൊട്ടൻഷ്യലാണ് ഈ നിമിഷത്തിൽ എമിലി ബ്ലാക്ക് കാണിക്കുന്നത്. സകല ആളുകളും ആ കാഴ്ചയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മാർക്കിന്റെ മുഖത്ത് അഭിമാനം ഇങ്ങനെ ഇരച്ചു കയറി വരികയാണ്. തന്റെ ഭാര്യ ഇതാ സകലരെയും അമ്പരപ്പിച്ചുകൊണ്ട് 9 കളർഫുൾ മേഘങ്ങളുടെ അകമ്പടിയോടുകൂടി ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലേക്ക് കടക്കുകയാണ്. ഈ കാഴ്ച കൗതുകത്തോടെ കാണുന്ന അനവധി ആളുകളിൽ ഒരാൾ സാക്ഷാൽ സോങ് ആണ്. സോങ്ങിന് ആ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന എമിലി ബ്ലാക്കിനെ വ്യക്തമായി കാണാം. എമിലി ആ മലയുടെ മുകളിൽ അങ്ങനെ നിൽക്കുകയാണ്. എമിലിയുടെ പുറത്തേക്ക് ടൺ കണക്കിന് മിന്നലുകളാണ് പതിക്കുന്നത്. ആ മിന്നലുകൾ പതിക്കുമ്പോൾ എമിലി സ്വന്തം കപ്പാസിറ്റി ഉപയോഗിച്ച് ആ മിന്നലുകളെ പ്രതിരോധിക്കുന്നുണ്ട്. ആ നിമിഷത്തിൽ നമുക്ക് ആ കാഴ്ച വല്ലാത്തൊരു അനുഭൂതിയാണ് ഉണ്ടാക്കുക. വിവിധ കളറിലുള്ള പ്രകാശമാണ് ഇപ്പോൾ എമിലിയുടെ മുകളിൽ വീണുകൊണ്ടിരിക്കുന്നത്. ആ പ്രകാശത്തിൽ കുളിച്ചിരിക്കുന്ന എമിലിയെ ഇപ്പോൾ ഒരു ദേവതയായി മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് പതിയൂ. ഒന്നാമത് മലയുടെ മുകളിലാണ്. ആ മലയുടെ മുകളിൽ മിന്നലുകൾ ഇങ്ങനെ എമിലിയുടെ പുറത്ത് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുകയാണ്. കളർഫുൾ മിന്നലുകൾ, അതോടൊപ്പം കാതടപ്പിക്കുന്ന ശബ്ദവുമുണ്ട്. ഒത്തിരി ദൂരേക്ക് എത്തൻ പീക്കിലെ ആളുകൾ മാറിയിട്ടുമുണ്ട്. കാരണം അവർക്കാർക്കും ആ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ ആ മേഘങ്ങളുടെ പവറിനെ തടക്കാൻ പറ്റില്ല. സകലരും ദൂരേക്ക് മാറി നിന്നാണ് അത് വീക്ഷിക്കുന്നത്. ഈ കാഴ്ച വേറെയും ആളുകളെ അവിടേക്ക് ആകർഷിച്ചിട്ടുണ്ട്. അങ്ങനെ ആകർഷിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ സാക്ഷൽ യാവോ മെങ് ആണ്. മറ്റത് ജിയാങ് ഹിയാണ്. ഇവരെ പോലെ വേറെ ആളുകളുണ്ട്. യാവോ മെങ്ങും ജിയാങ് ഹിയും അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആകാശത്ത് ആ മേഘങ്ങൾ ഉദിച്ചു വരുന്നത് കണ്ടത്. അത് കണ്ടതും അവര് ആ തണ്ടർ കോട്ടയാറിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തുകയായിരുന്നു. അവിടെ സാക്ഷാൽ എമിലി ബ്ലാക്കാണ് ട്രിബുലേഷന് വിധേയാകുന്നത് കണ്ടതും അവർ രണ്ടുപേരുടെയും സന്തോഷത്തിന് അതിരുകളില്ല എന്ന് പറയാം. ഭൂമിയിൽ പൈറോയിൽ അവർക്ക് എല്ലാവർക്കും പരിചയമുള്ള സാക്ഷാൽ എമിലി ബ്ലാക്ക് ഇതാ ട്രൂ സൈഡിൽ നിന്ന് ട്രിബുലേഷൻ ലെവലിലേക്ക് കടക്കുകയാണ്. അതിൻ്റെതായ ഒരു ആവേശം അവർക്ക് രണ്ടുപേർക്കുമുണ്ട്. രണ്ടുപേരും പരസ്പരം സംസാരിക്കുകയും ചെയ്തു. ജിയാങ് ഹി യാവോ മെങ്ങിനോട് പറഞ്ഞു, ഹേയ് യാവോ, ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു വിജയമാണ്. യാവോ മെങ്ങും അതുപോലെ ജിയാങ് ഹിയും ഇപ്പോൾ ട്രിബുലേഷൻ ലെവലിൽ സെക്കൻഡ് ലെവലിൽ എത്തിയിട്ടുണ്ട്. അവർ രണ്ടുപേരും ഇതുപോലെ മിന്നലുകൾ ഏറ്റു തന്നെയാണ് ട്രിബുലേഷൻ ലെവലിലേക്ക് കടന്നത്. പക്ഷെ അവരാരും തന്നെ ഈ 9 മേഘങ്ങളുടെ മിന്നൽ ഏറ്റുവാങ്ങിയവരല്ല. അതാണ് അവരെയും അതിശയിപ്പിക്കുന്നത്. യാവോ ജിയാങ് ഹിയോട് പറഞ്ഞു, ബ്രദർ, എനിക്ക് തോന്നുന്നത് എമിലി നമ്മളെല്ലാവരെയും ഒരുപാട് ദൂരം പിന്തള്ളുമെന്നാണ്. അത് യാവോ പറയുന്നത് ഒട്ടും അസൂയയില്ലാതെയാണ്. അത് കേൾക്കുന്ന ജിയാങ് ഹിക്കും അതുപോലെ തന്നെയാണ്. ജിയാങ് ഹി യാവോട് പറഞ്ഞു, യാവോ, ശരിക്കും എന്നെ ഇത് വല്ലാതെ അതിശയിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും എമിലി ബ്ലാക്കിനെ കുറിച്ച് അങ്ങനെ സംസാരിക്കുമ്പോൾ സോങ്ങിന്റെ കണ്ണുകൾ പൂർണ്ണമായും ആ മലയിൽ തന്നെയാണ്. അവന്റെ മുഖത്തെ ഭാവം അവനോടൊപ്പം നിൽക്കുന്ന അവന്റെ അമ്മയും കണ്ടു. അവര് കൗതുകത്തോടെ സോങ്ങിന്റെ മുഖത്തേക്ക് നോക്കിയതും സോങ് അവന്റെ അമ്മയോട് പറഞ്ഞു, അമ്മ, ഈ ടിയാൻ ബ്ലാക്കിന്റെ രക്തം അലിഞ്ഞു ചേർന്നിരിക്കുന്നത് എമിലിയിലാണ്. ആ എമിലി ശരിക്കും നമ്മുടെ ഈ ഫ്ലവർ കുടുംബത്തോടൊപ്പമല്ലേ യോജിക്കേണ്ടത്? ഫ്ലവർ ഗ്രാനിയുടെ ആ ഫ്ലവർ കുടുംബവുമായി കണക്ട് ചെയ്ത സോങ് ആ ഡയലോഗ് പറഞ്ഞതും സോങ്ങിന്റെ അമ്മ കൗതുകത്തോടെ സോങ്ങിനെ നോക്കി. സോങ്ങിന്റെ മുഖത്തുള്ള ആ സന്തോഷം, ആ ആർത്തി, അതൊക്കെ സോങ്ങിന്റെ അമ്മയ്ക്ക് മനസ്സിലാവും. അവര് സോങ്ങിനെ നോക്കി സോങ്ങിനോടായി പറഞ്ഞു, അതെ സോങ്, ആ എമിലി ശരിക്കും ഇവിടെ ഈ തണ്ടർ കോർട്ട്യാർഡിന് അവകാശപ്പെട്ടതാണ്. നീ അവളുമായി ഒരു അലയൻസിലെത്തിയാൽ അതായിരിക്കും തണ്ടർ കോർട്ട്യാർഡിന് ഏറ്റവും ഗുണം ചെയ്യുക. അവർ രണ്ടുപേരും കൂടി അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ സംഭാഷണം കേൾക്കുന്ന ലീ കുടുംബത്തിലെ ഒരാള് സോങ്ങിനോട് പറഞ്ഞു, അതെ സോങ്, നീയാണ് എമിലിക്ക് പറ്റിയ വരൻ. നീ ഓൾറെഡി ട്രിബുലേഷൻ സ്റ്റേജിലാണ്. നീയും എമിലിയും ഒന്നിച്ചു ചേരുമ്പോൾ അത് ഈ തണ്ടർ കോർട്ട്യാർഡിന് ഒരുപാട് മുന്നോട്ട് പോകാനുള്ള ഊർജം നൽകും. നാളെ നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞ് ചിലപ്പോൾ ഈ തണ്ടർ കോർട്ട്യാർഡിന്റെ പ്രശസ്തി, യശസ് ഈ പ്രപഞ്ചം മുഴുവൻ എത്തിച്ചു എന്ന് വരാം. നീ തന്നെയാണ് എമിലിക്ക് പറ്റിയ ആള്. ഈ സംഭാഷണം സ്വാഭാവികമായിട്ടും ഡീലിയും ഫ്ലവർ ഗ്രാനിയും കേട്ടു.
ഡീൻലി ആ സോങ്ങിന്റെ മാധവനോട് പറഞ്ഞു, സീനിയർ, ഈ എമിലി മാർക്കിന്റെ ബാല്യകാല സുഹൃത്താണ്, അവരെ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്. അതിനുശേഷം അവർ തമ്മിൽ ഇഷ്ടത്തിലായി. ഇപ്പോ എമിലി മാർക്കിന്റെ ഭാര്യയാണ്. അത് കേട്ടതും സോങ്ങിന്റെ മാതാവ് ഡീൻലിയോട് പറഞ്ഞു, ഓ, അതൊന്നും വലിയ കാര്യമുള്ള കാര്യങ്ങളല്ല. മാർക്ക് ആഫ്റ്റർ ഓൾ ഒരു സാധാരണ വ്യക്തിയല്ലേ, അവനെയൊക്കെ നമ്മൾ ആരെങ്കിലും ഒരു കാര്യമായിട്ട് എടുക്കൂ. അവരങ്ങനെ മറുപടി പറഞ്ഞതും ഫ്ലവർ ഗ്രാനി അവരോട് പറഞ്ഞു, ആൻറ്റി, അങ്ങനെ അല്ല, മാർക്കും എമിലും തമ്മിൽ ഒരു വല്ലാത്ത അടുപ്പമുണ്ട്. തൻ്റെ ആൻറ്റിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായി ഫ്ലവർ ഗ്രാനി ശ്രമിച്ചതും ആ ലേഡി കൈ ചെറുതായിട്ടൊന്ന് അനക്കി. ആ നിമിഷത്തിൽ ഫ്ലവർ ഗ്രാനിയും ഡീൻലിയും അവരൊന്ന് ഒത്തിരി ദൂരേക്ക് ഏതാണ്ട് തള്ളി മാറ്റപ്പെട്ടു. അവർക്ക് മാർക്കിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളുടെ സാന്നിധ്യം അവർക്ക് അരികിൽ വേണ്ട എന്നൊരു തോന്നൽ ഉണ്ടെന്ന് അവരുടെ ആക്ഷൻ വിളിച്ചു പറയുകയാണ്. ഈ സമയത്ത് ബാക്കി മുഴുവൻ ആളുകളുടെ ശ്രദ്ധ പൂർണ്ണമായും ആ മൗണ്ടനിലാണ്. അവിടെ എമിലി ബ്ലാക്ക് അങ്ങനെ ആ പ്രകാശത്തിൽ കുളിച്ചങ്ങ് നിൽക്കുകയാണ്. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞതും ആ ട്രിബുലേഷൻ അവസാനിച്ചു. ആ ട്രിബുലേഷൻ അവസാനിച്ചതും എമിലി ബ്ലാക്ക് അവിടെ നിന്ന് ആകാശത്തൂടെ ശരിക്കും ഒരു പറവയെ പോലെ പറന്ന് നേരെ എത്തിയത് മാർക്ക് ഫെല്ലറുടെ തൊട്ടു മുന്നിലേക്കാണ്. മാർക്കിന്റെ തൊട്ടു മുന്നിലേക്ക് എമിലി പറന്നിറങ്ങിയതും എമിലിയെ കണ്ട് ആ സോങ് ഓടി എമിലിയുടെ അടുത്തെത്തി. അവൻ മാർക്കിനെ മൈൻഡ് ചെയ്യാതെ എമിലിയുടെ മുന്നിലേക്ക് കയറുന്ന എമിലിയോട് സംസാരിക്കുകയാണ്. ഹേയ് എമിലി ബ്ലാക്ക്, നിങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ സോങ് പറയുമ്പോഴേക്കും സോങ്ങിന്റെ മാതാവും അവർക്ക് അരികിലേക്ക് എത്തി. ഏയ് എമിലി ബ്ലാക്ക്, കൺഗ്രാറ്റുലേഷൻ. ട്രിബുലേഷൻ ട്രാൻസ്ഫറിംഗ് സ്റ്റേജിലേക്കുള്ള നിന്റെ ഈ കടന്നുവരവ് ഞങ്ങൾക്കേറെ സന്തോഷം നൽകുന്നതാണ്. നീ എൻ്റെ മകൻ സോങ്ങുമായി ഒന്ന് സംസാരിക്കേ. ഞങ്ങളുടെ ഫ്ലോ ഫാമിലിയുടെ ശക്തി എന്താണെന്ന് നീ ഇന്ന് അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എമിലി ബ്ലാക്കിനോട് ആ ലേഡി അങ്ങനെ പറയുമ്പോൾ ആ ലീ കുടുംബത്തിലെ ഒരാൾ അവിടേക്ക് വന്നു. ഹേയ് എമിലി, നീ സോങ്ങിനോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ആ ആള് പറഞ്ഞതും എമിലി അവരെ ഒന്ന് നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, എനിക്ക് ഇപ്പോൾ സംസാരിക്കേണ്ടത് മാർക്കിനോടാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എമിലി ബ്ലാക്ക് അവരെ മറികടന്ന് മാർക്ക് ഫെല്ലർക്ക് നേരെ നടന്നു തുടങ്ങുമ്പോൾ എമിലി ബ്ലാക്കിനെ തടുത്തുകൊണ്ട് ആ ലീ കുടുംബത്തിന്റെ കാരണവന്മാർ എമിലിയുടെ മുന്നിലേക്ക് വന്നു. ഹേയ് എമിലി ബ്ലാക്ക്, അഭിനന്ദനങ്ങൾ, നീ ട്രിബുലേഷൻ ട്രാൻസ്സെൻഡിംഗ് സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. ടിയാൻ ബ്ലാക്കിന്റെ രക്തം നിന്റെ സിരകളിലൂടെ ഒഴുകുകയാണ്. എമിലി, നിനക്ക് ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോവുകയാണ്. ഈ ഫ്ലവർ കുടുംബത്തിന്റെ സോങ്ങുമായി നിന്റെ അലയൻസ് പൂർത്തീകരിച്ചാൽ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ടാകും. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു നല്ല ജോഡിയായിരിക്കും. നിങ്ങളായിരിക്കും നാളെ ഈ ലോകത്തെ നയിക്കുന്നത്. എമിലി, എനിക്ക് ഉറപ്പാണ് നാളെ നിങ്ങൾക്ക് പറക്കുന്ന കുഞ്ഞ് ഈ പ്രപഞ്ചത്തിന്റെ അധിപനാവും. അതിൽ ഒരു അതിശയോക്തിയും ഞാൻ കാണുന്നില്ല. ലീ കുടുംബത്തിലെ വിക്ടർ ലീയാണ് ആ ഡയലോഗ് പറഞ്ഞത്. അയാളൊരു ശക്തനാണ്. വിക്ടർ ലീ വളരെ കൂളായിട്ട് ആ ഡയലോഗ് പറയുമ്പോൾ ദേഷ്യം കൊണ്ട് ചുവന്ന ചാങ്മാൻ മുന്നോട്ട് കുതിച്ച് ആ വിക്ടർ ലീയുടെ അടുത്തേക്ക് വന്നു. ഏയ് സീനിയർ, നിങ്ങൾ എന്തായി പറയുന്നത്? ഈ സിസ്റ്റർ എന്റെ സുഹൃത്ത് മാർക്കിന്റെ ഭാര്യയാണ്. ആ സിസ്റ്ററെ കുറിച്ചാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചാങ്മാങ്ങിന്റെ ആ സംഭാഷണം വിക്ടർ ലീക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അയാള് ചാങ്മാങ്ങിനെ തീരെ അവഗണിച്ചുകൊണ്ട് എമിലിയോടായി പറഞ്ഞു, എമിലി, നീ സോങ്ങുമായി സംസാരിക്കുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടാവുമല്ലോ. നിങ്ങളുടെ വിവാഹം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വിവാഹമായി നടത്തണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. വിക്ടർ ലീ അത് പറയുമ്പോൾ ഫ്ലവർ കുടുംബത്തിലെ കാരണവന്മാരും ലീ കുടുംബത്തിലെ കാരണവന്മാരും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടുകയാണ്. എല്ലാവരും ഒന്നിച്ച് കൈയടിച്ച് ആ കല്യാണത്തെ ആശീർവദിച്ചതുപോലുള്ള ഒരു സംഭവം. ഈ സമയത്താണ് മാർക്ക് ഫെല്ലർ മുന്നോട്ട് നടന്നു വരുന്നത്. മുന്നോട്ട് നടന്നു വന്ന മാർക്ക് ആ വിക്ടറോട് ചോദിച്ചു, അല്ല നിങ്ങളെന്താ എന്നെ മറന്നുപോയോ? മാർക്ക് വളരെ കൂളായിട്ടാണ് ആ ചോദ്യം ചോദിച്ചത്. മാർക്കിന്റെ ചോദ്യം പല ശൈലിയിലുമുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കിയാണ്. ലീ കുടുംബത്തിലെയും ഫ്ലവർ കുടുംബത്തിലെയും ആളുകളൊക്കെ ഒരു കൗതുകത്തോടെ മാർക്കിനെ നോക്കി. അതേസമയത്ത് ഡീൻ ലീയും ഫ്ലവർ ഗ്രാനിയും വല്ലാത്ത ടെൻഷനിലാണ്. മാർക്കിന്റെ ടെമ്പർ അവർക്ക് നന്നായിട്ട് അറിയാം. ഇനി എന്ത് വേണമെങ്കിലും സംഭവിക്കാം, അതും അവർക്കറിയാം. വിക്ടർ ലീയോടുള്ള മാർക്കിന്റെ ആ ചോദ്യം കേട്ടപ്പോൾ വിക്ടർ ലീ മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മാർക്കിനെ തീരെ അവഗണിച്ചുകൊണ്ട് എമിലി ബ്ലാക്കിനെയും സോങ്ങിനെയും നോക്കി പറഞ്ഞു, ഹേയ് കുട്ടികളെ, നിങ്ങൾ ചെല്ല്,
അങ്ങനെ വിക്ടർ ലീ വീണ്ടും പറഞ്ഞതും മാർക്ക് ഫെല്ലർ ഒരു കൈ കൊണ്ട് എമിലിയെ ഇങ്ങ് വലിച്ചു പിടിച്ചു. എമിലിയെ ഒരു കൈ കൊണ്ട് തന്റെ അടുത്തേക്ക് എമിലിയെ വലിച്ചു പിടിച്ച മാർക്ക് ഫെല്ലർ അവന്റെ ചുണ്ടുകൾ എമിലിയുടെ ചുണ്ടുകളിലേക്ക് ഇങ്ങ് ചേർത്തമർത്തി. ശരിക്കും ഒരു ഗാഢ ചുംബനം. ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കേ മാർക്ക് ഫെല്ലർ പരസ്യമായി എമിലി ബ്ലാക്കിനെ ചുംബിക്കുകയാണ്. എമിലി ബ്ലാക്കിനെ പരസ്യമായി മാർക്ക് അങ്ങനെ ചുംബിക്കുന്ന കണ്ടതും എമിലി രണ്ടാമൊന്നും ആലോചിച്ചില്ല. എത്രയോ കാലങ്ങൾക്ക് ശേഷം മാർക്ക് ഫെല്ലറുടെ അടുത്ത് കിട്ടിയ ഒരു പ്രതീതിയിലാണ് എമിലി മാർക്കിനെ ആലിംഗനം ചെയ്തുകൊണ്ട് ആ ചുംബനം മടക്കി നൽകുകയാണ്. ഈ സമയത്ത് അവർക്ക് ഏതാനും അടി അകലെയായി സാക്ഷാൽ സോങ്ങിന്റെ മാതാവും ഉണ്ട്. ആ രണ്ടുപേരും ആ കാഴ്ച ശരിക്കും ദേഷ്യത്തോടെയാണ് കണ്ടത്. സോങ്ങിന് എമിലി തന്റെ കൺമുന്നിൽ വെച്ച് മാർക്ക് ഫെല്ലറെ ചുംബിച്ചത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവന്റെ മാതാവിനെ അവന് നോക്കിയതും ആ സ്ത്രീ പെട്ടെന്ന് മുന്നിലേക്കേറി അവർ മാർക്കിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന എമിലിയുടെ കൈ പിടിച്ച് എമിലി പെട്ടെന്ന് വലിച്ചു മാറ്റി. അവർ എമിലിയോട് പറഞ്ഞു, എന്തായി കാണിക്കുന്നത്? പെട്ടെന്ന് ആ സ്ത്രീ അങ്ങനെ ചോദിച്ചപ്പോഴാണ് എമിലി ബ്ലാക്കിന് ഒരു ബോധോദയം ഉണ്ടായത്. ഏകദേശം 10-30 ആളുകൾ അവിടെ തണ്ടർ കോർട്ട്യാർഡിന്റെ അതിഥികളായിട്ട് ലീ കുടുംബത്തിൽ നിന്നും ഫ്ലവർ കുടുംബത്തിൽ നിന്നുമായി അവിടെ ഉണ്ട്. അവർക്ക് പുറമെയാണ് ഡീമൺ സ്ലെയിങ് പീക്കിൽ നിന്ന് മാർക്കിനൊപ്പം എത്തിയ ആളുകൾ. അതിന് പുറമെ ആ തണ്ടർ കോർട്ട്യാർഡിലെ വേറെ ആളുകളുമുണ്ട്. ഇവരൊക്കെ കാണുകയെ പരസ്യമായിട്ട് അവൾ മാർക്കിനെ ചുംബിക്കുകയായിരുന്നു. എമിലിയുടെ മുഖത്ത് പെട്ടെന്ന് ഒരു നാണം ഉണ്ടായി. അത് കണ്ടതും ലീ കുടുംബത്തിലെ വിക്ടർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞങ്ങൾക്ക് ഇവിടെ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നീ തൽക്കാലം ഡീമൺ സ്ലെയിങ് പീക്കിലേക്ക് മടങ്ങിക്കൊള്ളൂ. അങ്ങനെ ആ വിക്ടർ പറഞ്ഞതും മാർക്ക് വിക്ടറെ ഒന്ന് നോക്കിയിട്ട് അയാളോട് ചോദിച്ചു, ഇതൊക്കെ പറയാൻ താങ്കൾ ആരാണ്? തികച്ചും അപ്രതീക്ഷിതമായ ഒരു ചോദ്യം എന്നേ ആ ചോദ്യത്തെ നമുക്ക് വിളിക്കാൻ പറ്റും. വിക്ടർ ലീ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് ലെവലിലെ ഒരു സെക്കൻഡ് ലെവൽ യോദ്ധാവാണ്. മാർക്ക് ഫെല്ലർ ആണെങ്കിൽ ഒരു 4th ലെവൽ ട്രൂ സെയിന്റുമാണ്. രണ്ടുപേരുടെ ഓറ കാണുന്ന ഏവർക്കും ഒറ്റ നോട്ടത്തിൽ അത് ബോധ്യമാവുകയും ചെയ്യും. മാർക്കിന്റെ ചോദ്യം കേട്ടതും വിക്ടർ ലീ പ്രതികരിക്കുന്നതിന് മുന്നേ സോങ് ആണ് പ്രതികരിച്ചത്. സോങ് മാർക്കിനോട് ചോദിച്ചു, നീ ആരോട് സംസാരിക്കുന്നത് അറിയാവോ? ആ ചോദ്യം കേട്ടതും മാർക്ക് സോങ്ങിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതിനുശേഷം മാർക്ക് അവനോടായി പറഞ്ഞു, ആണും പെണ്ണും കെട്ടവനെന്ന് നിന്നെ ഞാൻ വിളിച്ചാൽ അതിലൊരു തെറ്റുമില്ല. പെണ്ണാളാ, നിനക്ക് നട്ടലൊന്നുമില്ലടാ. മാർക്ക് ഫെല്ലർ അവിടെ കൂടി നിൽക്കുന്ന ആളുകളെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് വളരെ മോശമായിട്ട് ആ സോങ്ങിനോട് ആ ഡയലോഗ് പറഞ്ഞത്. നീ എന്താ പറഞ്ഞ? പെണ്ണാളാണെന്നോ? അതെ, പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്ന നാണമില്ലാത്ത നട്ടലില്ലാത്ത ആണും പെണ്ണും കെട്ട ഒരുത്തനായിട്ട് നിന്നെ ഞാൻ കാണുന്നുള്ളൂ. എന്താ ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എങ്കിൽ വാ, നമുക്കൊന്ന് കൈ നോക്കാം. അങ്ങനെ മാർക്ക് പറഞ്ഞതും സോങ് മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. ശരിക്കും ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് നഗ്നനാക്കപ്പെടുന്ന ഒരാളുടെ മാനസിക വിഷമം അത് വളരെ വലുതാണ്. അയാൾ വലിയ യോദ്ധാവാണ്. ട്രിബുലേഷൻ ലെവലിലെ വലിയ സംഭവമാണ് ഈ സോങ്. ആ സോങ്ങിനെ പെട്ടെന്ന് അങ്ങനെ അപമാനിച്ചപ്പോൾ സോങ് മുന്നോട്ട് കുതിക്കുകയും അവന്റെ കൈ ഒന്ന് അനക്കുകയും ചെയ്തു. ആ നിമിഷത്തിൽ ആയിരക്കണക്കിന് ഫ്ലവേഴ്സ് അവിടെ ഉണ്ടാവുകയാണ്. പീച്ച് നിറത്തുള്ള പൂക്കളുടെ ഒരു വൻ ശേഖരം. അവൻ കൈയും തനിക്കുന്ന ആ പൂക്കൾ ഒന്നടങ്കം മാർക്കിനെതിരെ പാഞ്ഞു വന്നു. മാർക്ക് ഫെല്ലർ ആ പൂക്കൾ തനിക്കെതിരെ പാഞ്ഞു വരുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് കൈകൾ രണ്ടും പുറകിലിങ്ങ് കെട്ടി. ശരിക്കും അക്ഷോഭ്യനായിട്ട് ഒരാള് കൈകൾ രണ്ടും പുറകിൽ കെട്ടി നിൽക്കുന്ന ആ കാഴ്ച അതൊരു വല്ലാത്ത കാഴ്ചയാണ്. മാർക്ക് ആ കൈകൾ രണ്ടും പുറകിൽ കെട്ടിയതും ആ ആയിരക്കണക്കിന് പൂക്കൾ മാർക്കിന്റെ പുറത്തേക്ക് വന്നങ്ങ് വിടുകയാണ്. ശരിക്കും ഒരു പ്രതിമയിൽ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്തിയതുപോലെ ഒരു ഷോ അത് മാത്രമാണ് അവിടെ ഉണ്ടായത്. ആ പൂക്കൾ മാർക്കിന്റെ പുറത്തൂടെ അങ്ങ് വീണു. മാർക്കിന്റെ പുറത്ത് ക്ഷതമേൽപ്പിക്കാനായി സോങ് സൃഷ്ടിച്ച ആ പൂക്കൾ മാർക്കിനെ സ്പർശിച്ചതേയില്ല. അഥവാ ആ പൂക്കൾ ഉണ്ടാക്കിയ പ്രകമ്പനം മാർക്കിനെ ഏറ്റില്ല എന്ന് പറയാം. സോങ് ആ കാഴ്ചയിൽ ഒന്ന് പതറി. പക്ഷെ അടുത്ത നിമിഷത്തിൽ അവൻ മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. സ്വന്തം കൈക്കരുത്തിൽ മാർക്കിനെ തീർക്കാൻ അവന് പറ്റും. ഒറ്റയിടിക്ക് മാർക്കിനെ തീർക്കണം, അതാണ് അവന്റെ മനസ്സിലിരിപ്പ്. അതുകൊണ്ട് തന്നെ അവൻ മുന്നോട്ട് കുതിച്ച് കൈ ഉയർത്തി ഒരു ഒറ്റയിടി. മാർക്ക് ഫെല്ലർ അവന്റെ കൈ തനിക്കടുത്തേക്ക് പാഞ്ഞു വരുന്നത് കണ്ടിട്ടും മിണ്ടാതെ നിൽക്കുകയാണ്. ആ കൈ അടുത്തെത്തിയതും പുറകിൽ കെട്ടിയിരുന്ന മാർക്കിന്റെ കൈ പെട്ടെന്ന് മുന്നിലേക്ക് വന്ന ആ കൈ കൊണ്ട് മാർക്ക് സോങ്ങിന്റെ കയ്യിലൊന്ന് പിടിച്ചു. വൻ വേഗതയിലാണല്ലോ ഒരു ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ ഒരാള് ഇടിക്കുക. ആ ഇടി മുന്നോട്ട് വരുമ്പോൾ അതിശക്തമായ കാറ്റ് സ്വാഭാവികമായി സൃഷ്ടിക്കപ്പെടും. ആ കാറ്റൊക്കെ മാർക്കിന്റെ പുറത്ത് അടിക്കുന്ന ആ നിമിഷത്തിലാണ് മാർക്ക് അവന്റെ കയ്യിലേക്ക് പിടിച്ചത്. മാർക്ക് കയ്യിലേക്ക് പിടിച്ചപ്പോൾ അത് ഒരു വല്ലാത്ത ഷോക്ക് സോങ്ങിന് മാത്രമല്ല സോങ്ങിനൊപ്പമുള്ള ആളുകളിൽ ഉണ്ടാക്കിയെന്ന് പറയാം. ഒരു ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് ലെവലിലെ യോദ്ധാവിന്റെ കൈ ഒരു ട്രൂ സെയിന്റ് യോദ്ധാവ് പിടിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് നാട്ടു നടപ്പുള്ള കാര്യമല്ല. പക്ഷേ മാർക്ക് ഫെല്ലർ ആ കൈ പിടിച്ചു എന്ന് മാത്രമല്ല
കൈ ബലമായിട്ട് ഒന്ന് തിരിക്കുകയും ചെയ്തു. ടക്ക് 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 എന്ന ശബ്ദം ആ നിമിഷത്തിൽ എല്ലാവരും കേട്ടു. സോങ്ങിന്റെ കയ്യിലെ എല്ലുകൾ ടക്ക് 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 എന്ന് പൊട്ടിയതാണ്. ആ പൊട്ടൽ ഒരു വല്ലാത്ത വേദന സോങ്ങിൽ ഉണ്ടാക്കിയതും സോങ് ഒന്ന് അലറി. സോങ് അലറി ആ നിമിഷത്തിൽ മാർക്കിന്റെ വലത് കാല് ഒന്ന് ഉയർന്നതാണ്. അടുത്ത നിമിഷത്തിൽ സോങ്ങിന്റെ ബോഡിയിൽ മാർക്കിന്റെ കാല് പതിക്കുകയും ചെയ്തു. സോങ് ആകാശത്തിലൂടെ ഒരു പട്ടം പറക്കും പോലെ പറക്കുകയാണ്. പട്ടം പറക്കും പോലെ പറന്നുപോയ സോങ്ങിനെ പെട്ടെന്നാണ് വിക്ടർ തന്റെ അമാനുഷികമായ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചെടുത്തത്. മാർക്കിന്റെ ആ ചവിട്ടേറ്റ് ദൂരേക്ക് തെറിച്ച സോങ് ദൂരെയുള്ള ഏതെങ്കിലും പാറലിടിച്ച് വീഴേണ്ടതാണ്. അത് സംഭവിക്കാതെ സോങ്ങിനെ വിക്ടർ പിടിച്ചു നിർത്തി. ഇപ്പോ സോങ് ശരിക്കും കിതയ്ക്കുന്നുണ്ട്. മാർക്കിന്റെ ആ രണ്ട് ആക്ഷനും അവന്റെ ആത്മവിശ്വാസത്തെയാണ് പിടിച്ചുലച്ചത്. അവനൊരു ട്രിബുലേഷൻ ട്രാൻസ്സെൻഡിങ് സ്റ്റേജിലെ യോദ്ധാവായതുകൊണ്ട് ആ പൊട്ടിയ കൈ അതിലേക്ക് ശരിയാകും. മാർക്ക് ഫെല്ലർ അവനെ നോക്കാതെ എമിലിയുടെ അടുത്തേക്ക് നടന്നതും അവനെ പിടിച്ചു നിർത്തിയ വിക്ടർ ഓടി മാർക്കിന് മുന്നിലേക്ക് വന്നു. ഏയ് മാർക്ക് ഫെല്ലർ, നീ ഇവിടെ തണ്ടർ കോർട്ട്യാർഡിൽ കടന്നു വന്നിട്ട് ഇവിടെയുള്ള ഒരാളുടെ പുറത്ത് തൊട്ടിരിക്കുന്നു, എന്നിട്ട് കൂളായിട്ടങ്ങ് പോവുകയാണ്. അത് കേട്ടതും മാർക്ക് അയാൾക്ക് നേരെ തിരിഞ്ഞു. ഏയ്, താൻ ആരാ എന്നെനിക്കറിയത്തില്ല. താൻ ആരായാലും എനിക്കൊരു ചുക്കുമില്ല. തനിക്കെന്താ എന്നെ തല്ലണോ? അങ്ങനെ മാർക്ക് പച്ചയ്ക്ക് ചോദിച്ചതും വിക്ടറുടെ ദേഷ്യം പൊട്ടി വിടരുകയാണ്. അയാൾ ഇതുപോലെ അപമാനിക്കപ്പെട്ട ഒരു രംഗം അയാളുടെ ഓർമ്മയിൽ ഇല്ല എന്ന് തന്നെ പറയാം. ദേഷ്യം കൊണ്ട് ചുവന്ന വിക്ടർ പെട്ടെന്നാണ് ആ ട്രിബുലേഷൻ ട്രാൻസ്സെൻഡിങ് സ്റ്റേജിലെ ഒരു സെക്കൻഡ് ലെവൽ യോദ്ധാവിന്റെ ഫുൾ പവറും വർഷിച്ചുകൊണ്ട് മാർക്കിനെ നേരിടാൻ തുടങ്ങുന്നത്. അയാളുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളുണ്ട്. ആ ആയുധങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് സോൾ ഉപയോഗിച്ചുള്ള അറ്റാക്കാണ്. അയാളൊരു ട്രിബുലേഷൻ ലെവലുകാരനായതുകൊണ്ട് തൊട്ട് താഴെയുള്ള ലെവലുകാരെ ആക്രമിക്കാൻ എളുപ്പം അവരുടെ സോളിനെ ആക്രമിക്കുന്നതാണെന്ന് അയാൾക്ക് അറിയാം. ട്രിബുലേഷൻ ലെവലിലുള്ള ഒരാള് തൊട്ട് താഴെയുള്ള ലെവലുകാരെ ആക്രമിക്കുക ഫിസിക്കൽ ബോഡി ഉപയോഗിച്ചല്ല, സോളിനെ നേരിട്ട് ആക്രമിച്ചുകൊണ്ടാണ്. ഫിസിക്കൽ ബോഡിക്ക് ഒന്നും സംഭവിക്കാതെ തന്നെ എതിരാളിയുടെ ആത്മാവിനെ നാമവിശേഷമാക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. ആ ട്രിബുലേഷൻ കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് അയാൾ പെട്ടെന്ന് മാർക്കിന്റെ സോളിനെ അറ്റാക്ക് ചെയ്തു. മാർക്കിന്റെ സോളിനെ അയാളുടെ സോൾ ഉപയോഗിച്ചുകൊണ്ട് അയാൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അയാളുടെ മുഖത്തൊരു ആത്മവിശ്വാസമുണ്ട്. ഒന്ന് കണ്ണടച്ച് തുറക്കാൻ മാർക്കിന് സമയം കിട്ടുമ്പോൾ മാർക്കിന്റെ സോൾ അങ്ങ് ചിതറും. മാർക്കിന്റെ ആത്മാവില്ലാത്ത ശരീരം ഇപ്പോൾ താഴേക്ക് വിടുന്നത് എല്ലാവരും കാണും. ആ ട്രിബുലേഷൻ ട്രാൻസ്സെൻഡിങ് സ്റ്റേജിലെ സെക്കൻഡ് ലെവലുകാരന് അക്കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ല. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അയാളുടെ സോൾ അറ്റാക്ക് മാർക്കിന്റെ സോൾ ഡിഫൻസിൽ നിശേഷം തകർന്നുപോയി. തകർന്നെന്ന് മാത്രമല്ല, അയാളുടെ അറ്റാക്ക് ചെയ്ത ആ സോളിന് തിരിച്ചു വരാൻ കഴിയുന്നില്ല. ആ സോള് എവിടെയോ പിടിക്കപ്പെട്ടതുപോലെ. അയാൾ അമ്പരപ്പോടെ അയാൾ അയച്ച ആ സോളിനെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മാർക്ക് സോൾ ടോർമെന്റ് ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്തിരുന്നു. മാർക്കിന്റെ സോൾ ടോർമെന്റ് ടെക്നിക്കിൽ ഒരു അബ്സോർഷൻ സംവിധാനമുണ്ട്. തന്നെ ആക്രമിക്കുന്ന സോളുകളെ വലിച്ചെടുക്കാൻ മാർക്കിന് ഈസി ആയിട്ട് പറ്റും. മാർക്ക് ആ നിമിഷത്തിൽ ആ വിക്ടറുടെ മാർക്കിന് നേരെ അയച്ച ആ സോള് വലിച്ചെടുത്തപ്പോൾ വിക്ടറിന്റെ യഥാർത്ഥ സോളിന്റെ ഒരു ഭാഗമാണ് വിക്ടർ മാർക്കിലേക്ക് അയച്ചിരുന്നത്. അതൊന്ന് വിറച്ചു. മാർക്കിന്റെ പിടിയിൽ തന്റെ സോള് പെട്ടോ ഇല്ലയെന്ന് അയാൾക്ക് സംശയമുണ്ട്. അയാൾ പെട്ടെന്നാണ് അയാൾക്ക് ചുറ്റുമായി ഒരു ഓറ റിലീസ് ചെയ്തത്. ഒരു സെക്കൻഡ് ലെവൽ ട്രിബുലേഷൻകാരന്റെ ആ ഓറ കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ അയാൾക്ക് ചുറ്റും ഇങ്ങനെ രൂപം കൊണ്ടുവന്ന ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ ഒന്ന് മുന്നോട്ട് കുതിച്ച് കൈ ഉയർത്തി ഒരു അറ്റിയാടി. ശരിക്കും ഓറ റിലീസ് ചെയ്ത വിക്ടറിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ വിക്ടറുടെ തല ചിതറുന്ന ആ കാഴ്ച ആ എർത്തൺ പീക്കിന് മുകളിൽ ഉണ്ടായിരുന്ന ലീ കുടുംബത്തിലെയും അതുപോലെ ഫ്ലവർ കുടുംബത്തിലെയും മുഴുവൻ ആളുകളെയും ശരിക്കും ഞെട്ടിച്ചു എന്ന് പറയാം. ഒരു ഫോർത്ത് ലെവൽ ട്രൂത്ത് സെയിന്റ് ഇതാ സെക്കൻഡ് ലെവൽ ട്രിബുലേഷൻ യോദ്ധാവിനെ ഒറ്റയടിക്ക് തീർത്തിരിക്കുന്നു, തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. കണ്ടുപിടിക്കാൻ പോലും ആകാത്ത വിധത്തിൽ ആ ട്രിബുലേഷൻ യോദ്ധാവിന്റെ ബോഡി ചിതറിയിരിക്കുകയാണ്. വിക്ടർ ലീ ആ ശൈലിയിൽ കൊല്ലപ്പെടുമെന്ന് സാക്ഷാൽ ഡീൻ ലീയോ ഫ്ലവർ ഗ്രാനിയോ കരുതിയിരുന്നില്ല. അവരുടെ രണ്ടുപേരുടെയും മുഖം ഏതാണ്ട് വിളറിയിട്ടുണ്ട്. എന്തും ഇനി സംഭവിക്കാം. ഷാങ് മാങ്ങും ജൂവും പോലും ശരിക്കും അമ്പരന്നിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ സാക്ഷാൽ എമിലി ബ്ലാക്ക് പോലും ഞെട്ടിപ്പോയിരിക്കുകയാണ്. അവളിപ്പോ ട്രിബുലേഷൻ ട്രാൻസ്സെൻഡിങ് ലെവലിലേക്ക് കടന്നുവെങ്കിലും അവൾ യഥാർത്ഥത്തിൽ എത്തിയിരിക്കുന്നത് ട്രിബുലേഷൻ ട്രാൻസ്സെൻഡിങ് ലെവലിന്റെ സെക്കൻഡ് സ്റ്റേജിലാണ്. ആ സെക്കൻഡ് സ്റ്റേജിലുള്ള ഒരു യോദ്ധാവിനെയാണ് മാർക്ക് ഫെല്ലർ ഒറ്റയടിക്ക്
വകവരുത്തിയിരിക്കുന്നത്. വിശ്വസിക്കാനാവുന്നില്ല. ഒരു ട്രൂ സെയിന്റ് ഒരു ട്രിബുലേഷൻ ലെവലുകാരനെ കൊല്ലുന്നതേ കേട്ടുകളില്ലാത്ത കാര്യമാണ്. പക്ഷെ അതിപ്പോ ലൈവായി സകലനെ കാണുമ്പോൾ വിക്ടറിയുടെ ആ മരണം ആ ലീ കുടുംബത്തിലെ പലരെയും ദേഷ്യം പിടിപ്പിച്ചു. പെട്ടെന്നൊരു യോദ്ധാവ് മുന്നോട്ട് ഒന്ന് കുതിച്ചു. മുന്നോട്ട് കുതിച്ചത് ഒരു 3rd ലെവൽ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് ലെവലിലെ ഒരു യോദ്ധാവാണ്. അയാളൊരു സീനിയറാണ്. അയാൾ മുന്നോട്ട് കുതിക്കുമ്പോൾ ഒരു വല്ലാത്ത മുഴക്കം അവിടെ ഫീൽ ചെയ്യാണ്. അയാള് മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, നിന്നെ ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ അത് ശരിയാകില്ല. നീ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. മാർക്ക്, നിന്നെ ഞാനും അവസാനിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാളുടെ മുഴുവൻ പവറും മാർക്കിനെതിരെ തൊടുത്തുകൊണ്ട് അയാളുടെ സ്പെഷ്യൽ സ്പെല്ലുകൾ ആക്ടിവേറ്റ് ചെയ്ത് മാർക്കിനെതിരെ കുതിച്ചു വരികയാണ്. മാർക്ക് ഒന്ന് വളഞ്ഞ് മുന്നോട്ട് കുതിച്ച് ഒരു ഒറ്റ ഇടി. മാർക്ക് ഈ നിമിഷത്തിൽ ആക്ടിവേറ്റ് ചെയ്തത് മാർക്കിന്റെ എൻറ്റയർ കപ്പാസിറ്റിയുമാണ്. തണ്ടർ കോർട്ട്യാർഡിൽ നിന്ന് മാർക്ക് പഠിച്ചെടുത്ത ആ തണ്ടർ ഹാർട്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മാർക്ക് ഉപയോഗിച്ചു. ബ്ലാക്ക് തണ്ടറും പർപ്പിൾ തണ്ടറും മിക്സ് ചെയ്തുകൊണ്ട് മാർക്ക് ഫെല്ലർ ഒന്ന് വളഞ്ഞ് മുന്നോട്ട് ഇടിച്ചതും അനവധി മിന്നലുകൾ മുന്നിലേക്ക് പാഞ്ഞു വരുന്ന ആ ട്രിബുലേഷൻ വോളണ്ടിയറുടെ പുറത്തേക്ക് ആഞ്ഞിടിക്കുകയാണ്. ശരിക്കും അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ മാർക്കിന്റെ ആ മിന്നലുകൾ അയാളുടെ പുറത്തിടിക്കുകയും അയാൾ അങ്ങ് തെറിക്കുകയും ചെയ്തു. അയാൾ തെറിച്ചത് അങ്ങ് അകലെ കാണുന്ന ഡീമൺ സ്ലെയിങ് പീക്കിന് നേരെയാണ്. അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ അയാൾ ആ ഇടിയിൽ അങ്ങ് ദൂരെയുള്ള ഡീമൺ സ്ലെയിങ് പീക്കിൽ പോയി ഇടിക്കുന്നതും ആ ഡീമൺ സ്ലെയിങ് പീക്ക് എന്ന ആ കൂറ്റൻ മല ഇടിഞ്ഞ് അയാളുടെ മുകളിലേക്ക് വീഴുന്നതും അതീവ വ്യക്തമായി സകല ആളുകളും കണ്ടു. എത്രയോ കാലങ്ങളായി അവിടെ മഹാമേരു പോലും നിൽക്കുന്ന മലയായിരുന്നു ആ ഡീമൺ സ്ലെയിങ് പീക്ക് എന്ന് പറയുന്നത്. ആ മലയാണ് മാർക്കിന്റെ ഒറ്റ ഇടിയിൽ ഇടിഞ്ഞ് താഴെ വീണിരിക്കുന്നത്. മാർക്കിനെ ഇടിയേറ്റ് തെറിച്ച ആ 3rd ലെവൽ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ യോദ്ധാവിന്റെ മുകളിലേക്കാണ് ആ മല വന്ന് വീണിരിക്കുന്നത്. ആ ആളിന്റെ അവസ്ഥ ഇനി എന്താകുമോ എന്തോ. അയാൾ കൊല്ലപ്പെട്ടിരിക്കാനുള്ള സർവ്വ സാധ്യതയുമുണ്ട്. പെട്ടെന്ന് അന്തരീക്ഷം ആകെ അങ്ങ് ചൂടായി. ലീ കുടുംബത്തിലെ കാരണവന്മാർ ഒന്നായി ചാടി എണീറ്റു. ഒരു 2nd ലെവലുകാരനും 3rd ലെവലുകാരനും ഇതാ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറെ വളരെ വില കുറച്ച് കണ്ടത് അബദ്ധമായി പോയെന്ന ഒരു തോന്നൽ പലർക്കുമുണ്ട്. ലീ കുടുംബത്തിന്റെ സർവശക്തൻ പെട്ടെന്ന് എണീറ്റു. സാക്ഷാൽ ഇമ്മോർട്ടൽ ചക്രവർത്തി ലീ കഴിഞ്ഞാൽ അടുത്ത ശക്തൻ അയാളാണല്ലോ. അയാള് മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, നീ ശരിക്കും തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അത് കേട്ടത് മാർക്ക് അയാളോട് പറഞ്ഞു, ഏയ് എന്നെ ആക്രമിക്കാമെന്ന ആളുകളാണ് കൊല്ലപ്പെട്ടത്. അവരെന്നെ കൊന്നാൽ അത് ന്യായവും ഞാൻ അവരെ കൊന്നാൽ അത് അന്യായവുമാണല്ലേ. കൊള്ളാം, വരട്ടെ വരട്ടെ, ഇനി നിങ്ങൾക്ക് എന്താണാവോ ചെയ്യാനുള്ളത്. അങ്ങനെ മാർക്ക് പറയുമ്പോൾ അയാളുടെ പുറത്തുനിന്ന് ഒരു ഓറ പതുക്കെ ഇങ്ങനെ വന്നു തുടങ്ങി. ശരിക്കും അയാൾ ഒരു 4th ലെവൽ ട്രൂ സെയിന്റ് ആണ്. അതിശക്തനാണ്. അതിശക്തനായ ആ യോദ്ധാവ് തറയിന്ന് മുകളിലേക്ക് ഉയർന്നതും മാർക്ക് ഫെല്ലറും മുകളിലേക്ക് ഉയർന്നു. മാർക്ക് മുകളിലേക്ക് ഉയരാൻ പോയതും കൂടെ എമിലി ബ്ലാക്കും മുകളിലേക്ക് ഉയരാൻ ശ്രമിച്ചു. അത് കണ്ടതും മാർക്ക് എമിലിയെ തടുത്തുകൊണ്ട് അവളോട് പറഞ്ഞു, എമിലി, നീ പേടിക്കണ്ട, നിന്റെ ഭർത്താവ് അങ്ങനെയൊന്നും തീരത്തില്ല. ഒരു 4th ലെവൽ ട്രൂ സെയിന്റും 4th ലെവൽ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ യോദ്ധാവും തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. ഈ തണ്ടർ കോർട്ട്യാർഡിലെ ഏറ്റവും ശക്തനാണ് മാർക്കിനെ എതിരിടുന്ന വ്യക്തി. അയാള് മാർക്കിനെ വളരെ കൗതുകത്തോടെ നോക്കുകയാണ്. അയാള് ഇതുവരെ മാർക്കിനെ കുറിച്ച് കരുതിയിരുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് മാറ്റിവെക്കാൻ അയാൾ നിർബന്ധിതനാവുകയാണ്. അയാളുടെ ചുറ്റുമായി ശരിക്കും ഒരു ശക്തമായ ഓറയുണ്ട്. മാർക്ക് രണ്ടാമൊന്നും ആലോചിക്കാതെ കൈയൊന്ന് ഉയർത്തിയതും ആകാശത്ത് അനവധി മിന്നലുകൾ പ്രത്യക്ഷപ്പെട്ടു. കറുപ്പും പർപ്പിളും നിറത്തുള്ള മിന്നലുകൾ അതിവേഗതയിൽ മാർക്ക് ആ യോദ്ധാവിന് നേരെ പായിക്കുകയാണ്. അതിശക്തമായ മിന്നലുകൾ ആ യോദ്ധാവിന് നേരെ പാഞ്ഞു വന്നതും അയാള് ഒരു കൈമുദ്ര സൃഷ്ടിച്ചതും ഒരേ നിമിഷത്തിലാണ്. ആ മുദ്രയിൽ തട്ടി ആ മിന്നലുകൾ അങ്ങ് ചിതറി. മാർക്കിന്റെ അതിശക്തമായ ആ അറ്റാക്കിനെ അയാൾ നിഷ്പ്രയാസം മറികടന്നിരിക്കുകയാണ്. തണ്ടർ കോർട്ട്യാർഡിന്റെ സ്വന്തമാണല്ലോ ഈ മിന്നൽ. മാർക്കിന്റെ ആ ഹാർട്ട് ഓഫ് തണ്ടർ അയാൾക്കും വഴങ്ങുമെന്ന് ആ ആക്ഷൻ വിളിച്ചു പറയുകയാണ്. മാർക്കിന് കഥ മനസ്സിലായി. മാർക്ക് പെട്ടെന്ന് കൈയൊന്ന് ഉയർത്തിയതും മാർക്കിന്റെ കയ്യിൽ ആ സോഡ് പ്രത്യക്ഷപ്പെട്ടു. ആ ഗോസ്റ്റ് സോഡ് പ്രത്യക്ഷപ്പെടുമ്പോൾ അതിന്റെ മുന്നിൽ ആ ഈവിൾ ഐ ഉണ്ട്. മാർക്ക് ഫെല്ലർ ആ സോഡിൽ ഒന്ന് അമർത്തി പിടിച്ചു.
ആ നിമിഷത്തിൽ ആ വാളിൽ നിന്ന് ഒരു പച്ചപ്രകാശം അവിടെ ഇങ്ങനെ വ്യാപിക്കുകയാണ്. ആ പച്ചപ്രകാശം അങ്ങനെ വ്യാപിക്കുമ്പോൾ മറുഭാഗത്ത് നിൽക്കുന്ന ആ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ ആ 4th ലെവലുകാരൻ തണ്ടർ കോർട്ട്യാർഡിന്റെ യഥാർത്ഥ ശക്തി അയാളുടെ ഓറ റിലീസ് ചെയ്തു. തൽഫലമായി അന്തരീക്ഷത്തിൽ അതിശക്തമായ 2 ഓറകൾ തമ്മിലുള്ള ഒരു കൂട്ടിമുട്ടൽ ആരംഭിക്കാൻ തുടങ്ങിയതും ഡീൻ ലീയും ഫ്ലവർ ഗ്രാനിയും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഒരുപാട് ദൂരേക്ക് പിന്മാറി. എമിലി ബ്ലാക്ക് ഉൾപ്പെടെയുള്ള സകലരും പിന്മാറുകയാണ്. അതിശക്തരായ ആ യോദ്ധാക്കൾ ഏറ്റുമുട്ടുമ്പോൾ ആ പരിസരത്ത് പോലും ആരും ഉണ്ടാകാൻ പാടില്ല. ഈ കാഴ്ച യാവോ മെങ്ങും അതുപോലെ യാങ് ഹീയും കണ്ടു. രണ്ടുപേരും കുറെ നേരമായിട്ട് ആകെ ത്രില്ലടിച്ച് നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലർ ആ 2nd ലെവലിലെ യോദ്ധാവിനെയും 3rd ലെവലിലെ യോദ്ധാവിനെയും കൊല്ലുന്ന ആ കാഴ്ച അവർക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. രണ്ടുപേരും അതുകൊണ്ട് തന്നെ വല്ലാത്ത ത്രില്ലാണ്. അവർക്ക് മാർക്കിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ തണ്ടർ കോർട്ട്യാർഡിന്റെ ആ ടോപ്പ് ഒഫീഷ്യൽസിന് നേരെ അവർ പാഞ്ഞെടുത്താൽ അവരുടെ മരണം ഉറപ്പാണ്. മാർക്കിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടി ഈ സമയത്ത് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അത് സാക്ഷൽ ഹെക്ടർ ടെങ് ആണ്. ഹെക്ടർ ടെങ്ങിനെ യാവോ മെങ്ങും അതുപോലെ ജിയാങ് ഹീയും കണ്ടു. ഹെക്ടർ അവരെ അടുത്ത് എത്തിയിരിക്കുന്നത്. ഹെക്ടർ, നീ എന്താ ഇവിടെ? ഞാനേ മാർക്കിനെ കാണാൻ എത്തിയതാണ്. പക്ഷേ ഇപ്പോൾ ഇത് പ്രശ്നമാവുമല്ലോ. ഹെക്ടറുടെ മനസ്സിൽ ഒരു പ്രശ്നമുണ്ട്. മാർക്കിനെ പരസ്യമായി തോൽപ്പിച്ചാൽ മാത്രമേ അവൻ വിചാരിക്കുന്ന അളവിൽ വളരാൻ കഴിയും. മാർക്കിനെ വേറെ ആരെങ്കിലും കൊന്നാൽ അവസാനിക്കുന്ന അവൻ കൂടിയാണ്. അവൻ ആകെ പെട്ടുപോകും. മാർക്ക് എങ്ങനെ ഈ ആ 4th ലെവലിലെ യോദ്ധാവിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടും? അതാണ് ഹെക്ടറുടെ മനസ്സിലെ പ്രശ്നം. യാവോ ഹെക്ടർ ചോദിച്ചു, ഹെക്ടർ, നിനക്ക് മാർക്കിന് സഹായിക്കാൻ പറ്റില്ലേ? യാവോ, അതത്ര എളുപ്പമല്ല. ആ നിൽക്കുന്നത് തണ്ടർ കോർട്ട്യാർഡിന്റെ സകലതുമാണ്. അയാളെ നമുക്കാർക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും ശക്തനാണ് ആ തണ്ടർ കോർട്ട്യാർഡിന്റെ നേതാവ്. അയാളെ എതിരിടുക എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. പല ശൈലിയിലുമുള്ള ചർച്ചകൾ ഈ സമയത്ത് അങ്ങനെ നടക്കുമ്പോൾ സാക്ഷാൽ ഡീൻ ലീ അയാളുടെ കയ്യിലിരിക്കുന്ന ആ വടിയിൽ ആഞ്ഞൊന്ന് പിടിച്ചിരിക്കുകയാണ്. ആ വടി ശരിക്കും ഒരു എല്ലാണ്. ആ എല്ല് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു കുറുവടി എന്ന് പറയാം. ഹണ്ടർ ഓർഗനൈസേഷനകത്തുണ്ടായിരുന്ന ശൈലിയിലുള്ള ഒരു വടി, ഒരു പവർഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഒരു ലക്ഷ്യമില്ലെങ്കിൽ ആ വടി ഉപയോഗിച്ച് ഒരു ഏറ്റുമുട്ടൽ നടത്താം. അതാണ് അയാളുടെ മനസ്സിരിപ്പെന്ന് ആ വടിയിൽ അയാൾ ഉറപ്പിച്ച് പിടിക്കുമ്പോൾ ഫ്ലവർ ഗ്രാനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഫ്ലവർ ഗ്രാനിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ തല തൊട്ടപ്പനാണ് മാർക്കിനെ എതിരിടുന്നത്. സംഗതി ഈ ശൈലിയിലേക്ക് മാറുമെന്ന് അവരാരും കരുതിയിരുന്നില്ല. തണ്ടർ കോർട്ട്യാർഡിന്റെ ലീഡർ മാർക്കിനെ നോക്കി ചിരിച്ചിട്ട് വെറുതെ കൈയൊന്ന് അനക്കിയതും അയാളുടെ കയ്യിൽ നിന്ന് ടൺ കണക്കിന് പ്രകാശം നേർരേഖയിൽ മാർക്കിന് നേരെ പാഞ്ഞു വരികയാണ്. ശരിക്കും നല്ല വീതിയുള്ള ഒരു റോഡ് മാർക്കിന് നേരെ പാഞ്ഞു വന്നതുപോലെ പ്രകാശം മാർക്കിന് നേരെ വരികയാണ്. ആ പ്രകാശം മാർക്കിന് നേരെ ഇങ്ങനെ പാഞ്ഞു വരുമ്പോൾ മാർക്കിന് ഒരു വല്ലാത്ത പ്രശ്നം അനുഭവപ്പെടുകയാണ്. ആ പ്രശ്നം അനുഭവപ്പെട്ട അതേ നിമിഷത്തിൽ മാർക്ക് ആ പ്രകാശത്തിന്റെ തള്ളലിൽ പുറകോട്ട് തെറിക്കുകയും ചെയ്തു. പക്ഷെ അടുത്ത നിമിഷത്തിൽ മാർക്ക് ആ വീണ സ്ഥലത്ത് നിന്ന് ചാടി എണീറ്റു. മാർക്ക് കറങ്ങി തിരിഞ്ഞ് നേരെയും ഒന്ന് നിന്നതും അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. മാർക്ക്, നീയുമായിട്ടൊരു ഉടക്കിന് യഥാർത്ഥത്തിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ സാഹചര്യം അവിടേക്ക് എന്നെ എത്തിച്ചതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലാൻ നിർബന്ധിതനായിരിക്കുകയാണ്. അങ്ങനെ അയാൾ പറഞ്ഞതും മാർക്ക് ഫെല്ലർ കയ്യിലിരുന്ന ആ ഗോസ്റ്റ് സോഡ് ആഞ്ഞു വീശിയതും ഒരേ നിമിഷത്തിലാണ്. മാർക്കിന്റെ കയ്യിൽ ആ ഗോസ്റ്റ് സോഡ് അങ്ങനെ ആഞ്ഞു വീശപ്പെട്ടതും ശരിക്കും ഒരു പച്ചപ്രകാശം ആ എൻറ്റയർ മേഖലയിലേക്ക് വ്യാപിച്ചു. ആ പച്ചപ്രകാശം അങ്ങനെ വ്യാപിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീല് എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. ശരിക്കും ആത്മാവിനെ വലിച്ച് എടുക്കുന്ന ഒരു ഫീലാണ് ആൾക്കാർക്ക് അനുഭവപ്പെടുന്നത്. അതേ നിമിഷത്തിൽ ആ തണ്ടർ കോർട്ട്യാർഡിന്റെ നേതാവും അയാളുടെ ഇടത് കൈകൊണ്ട് ഒരു സീല് സൃഷ്ടിച്ച് ആ സീല് മുന്നോട്ട് ചലിപ്പിക്കുകയും ചെയ്തു. അയാളുടെ ആ സീല് നന്നായി തിളങ്ങുന്നുണ്ട്. ആ തിളങ്ങുന്ന സീലിലേക്കാണ് മാർക്കിന്റെ ആ പച്ചപ്രകാശം വന്നിടിച്ചത്. മാർക്കിന്റെ പച്ചപ്രകാശത്തെ ആ സീല് പൂർണ്ണമായി അങ്ങ് തടുത്തു. മാർക്കിനേക്കാൾ ഒരുപാട് ലെവൽ അയാൾ മുകളിലാണെന്ന് രണ്ടാമതും മാർക്കിന്റെ അറ്റാക്കിനെ അയാൾ തടസ്സപ്പെടുത്തിയപ്പോൾ ഷാങ് മാങ്ങിനും ജൂനും ഉൾപ്പെടെയുള്ള സകലർക്കും മനസ്സിലാകുന്നുണ്ട്. മാർക്കിന് രക്ഷപ്പെടാൻ പോലും ആകില്ല എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുകയാണ്. മാർക്കിനെ നോക്കി ചിരിച്ചുകൊണ്ട് ആ തണ്ടർ കോർട്ട്യാർഡിന്റെ നേതാവ് പറഞ്ഞു, മാർക്ക്, സോറി,
നീ ഇപ്പോ ഇവിടെ അവസാനിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ആകാശത്തേക്ക് വിരൽ ഉയർത്തിയതും ആകാശത്തുനിന്ന് നക്ഷത്രങ്ങളുടെ ഒരു പെയ്ത്തിറക്കുണ്ടായി. ശരിക്കും ആകാശത്ത് താഴേക്ക് നക്ഷത്രങ്ങൾ പാഞ്ഞു പാഞ്ഞു വരികയാണ്. ആ നിമിഷത്തിലാണ് മാർക്ക് ഫെല്ലർ ഒരു ഓർഡർ കൊടുക്കുന്നത്. ഇമ്മോർട്ടൽ ചക്രവർത്തി, ഇനി നിങ്ങൾ നേരിടുക. മാർക്കിന്റെ ഓർഡർ കിട്ടിയതും തികച്ചും അതുവരെ അദൃശ്യനായിരുന്ന യാവോ കുടുംബത്തിന്റെ ആ ഇമ്മോർട്ടൽ ചക്രവർത്തി മാർക്കിന്റെ മുന്നിലെത്തി. യാവോ ചക്രവർത്തിയെ മാർക്കിന്റെ മുന്നിൽ കണ്ടതും ആകാശത്തു നിന്ന് താഴേക്ക് പാഞ്ഞു വന്ന നക്ഷത്രങ്ങൾ ചിതറിയതും ഒരേ നിമിഷത്തിലാണ്. ആ നക്ഷത്രങ്ങൾക്ക് ആ ഇമ്മോർട്ടൽ ചക്രവർത്തിയെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇമ്മോർട്ടൽ ചക്രവർത്തി മുന്നിൽ വന്നപ്പോൾ ഈ ലീ കുടുംബത്തിലെയും ഫ്ലവർ കുടുംബത്തിലെയും ആളുകൾക്ക് വല്ലാത്തൊരു കൺഫ്യൂഷൻ. വന്നു നിൽക്കുന്നത് ഡ്രസ്സൊക്കെ ചെയ്ത ഒരു ഡെഡ് ബോഡിയാണ്. അത് ഡെഡ് ബോഡിയാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അത് യാവോ ചക്രവർത്തി ആണെന്നുള്ള കാര്യം അവർക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. മാർക്ക് ഒരു ഡെഡ് ബോഡി ഇറക്കി കളിക്കുകയാണ്. അങ്ങനെ തോന്നിയതും സോങ് ഉറക്കെ അലറുകയും ചെയ്തു. ആ ഡെഡ് ബോഡിയെ തകർത്തിട്ട് അവനെ കൊല്ലണമെങ്കിൽ അത് കേട്ടതും ആ തണ്ടർ കോട്ടിയാടിന്റെ തലവൻ അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ്. ഇപ്പോൾ അയാൾ വേറെ ഒരു മാന്ത്രിക സംവിധാനങ്ങളും കയ്യിലെടുത്തിട്ടില്ല. സ്വന്തം കൈ അത് മാത്രമാണ് അയാളുടെ കരുത്ത്. ആ കൈക്കരുത്തിൽ ആ ഡെഡ് ബോഡിയെ തീർത്തതിന് ശേഷം മാർക്കിനെ തീർക്കണം. ഒറ്റയിടിക്ക് രണ്ടിനെ തീർക്കാൻ അയാൾക്ക് പറ്റും. ആ ഒരു വിശ്വാസത്തോടുകൂടി അയാൾ മുന്നോട്ട് കുതിച്ച് ആഞ്ഞൊരൊറ്റയിടി. അയാൾ മുന്നോട്ട് കുതിച്ച് തനിക്കെതിരെ പാഞ്ഞു വരുന്നത് യാവോ കുടുംബത്തിന്റെ ആ ഇമ്മോർട്ടൽ ചക്രവർത്തി വളരെ കൗതുകത്തോടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. തണ്ടർ കോട്ടിയാടിന്റെ ആ എക്സ്പെർട്ട്, ആ സീനിയർ ഇമ്മോർട്ടൽ ചക്രവർത്തിയുടെ ഡെഡ് ബോഡിക്ക് നേരെ ആഞ്ഞിടിച്ചതും ഇമ്മോർട്ടൽ ചക്രവർത്തിയും ഒരൊറ്റ ഇടി. ആ ഇടി മറുഭാഗത്ത് വല്ലാത്തൊരു അത്ഭുതം ഉണ്ടാക്കി. അയാൾ ഒത്തിരി പുറകോട്ട് മാറി. ശരിക്കും തണ്ടർ കോട്ടിയാടിന്റെ ആ തലവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാളൊരു 4th ലെവൽ ട്രിബുലേഷൻ യോദ്ധാവല്ലേ. അയാള് ഇതാ ഒറ്റ ഇടിക്ക് പുറകോട്ട് തള്ളപ്പെട്ടിരിക്കുകയാണ്. അയാളുടെ അമ്പരപ്പ് സ്വാഭാവികമായിട്ടും ആ കണക്റ്റഡ് ടീമുകളിലെല്ലാം ഉണ്ട്. മാർക്ക് ഫെല്ലർ അത് കണ്ടതും ഒന്ന് ചിരിച്ചു. മാർക്ക് ഇമ്മോർട്ടൽ ചക്രവർത്തിയോട് പറഞ്ഞു, ഇനി ഒന്നും നോക്കണ്ട, തുടങ്ങിക്കോ. കേൾക്കേണ്ട താമസം ഇമ്മോർട്ടൽ ചക്രവർത്തി യാവോ മുന്നോട്ട് കുതിക്കുകയാണ്. ഇമ്മോർട്ടൽ ചക്രവർത്തി യാവോയുടെ പൂർണ്ണ കപ്പാസിറ്റി ആ ഡെഡ് ബോഡിക്ക് ഉണ്ടെങ്കിൽ പിന്നെ ആ യുദ്ധം അധികം നേരം നിൽക്കില്ലായിരുന്നു. അയാൾ വിരലൊന്ന് ഞൊടിച്ചാൽ ആ 4th ലെവൽ ട്രൂ സെയിന്റൊക്കെ ആ നിമിഷം ഭസ്മാവും. പക്ഷെ ഇപ്പോ ആ യാവോ ചക്രവർത്തിയുടെ ഡെഡ് ബോഡിയിൽ വളരെ ചെറിയ ഒരു അളവിലുള്ള ഡിവൈൻ സെൻസേ ഉള്ളൂ. മാർക്കിന് അത് മാത്രമേ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എന്നാലും മാർക്കും അയാളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ സുഖമായി നടക്കും. മാർക്കും ആ ഇമ്മോർട്ടൽ ചക്രവർത്തി തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു കരാറുണ്ട്. 3 അറ്റാക്ക് മാർക്കിന് വേണ്ടി അയാൾ ചെയ്യും. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ മാർക്ക് ആ ഇമ്മോർട്ടൽ ചക്രവർത്തിയെ സ്വതന്ത്രമാക്കണം. അതാണ് അവർ തമ്മിലുള്ള കരാർ. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ചക്രവർത്തി ആ തണ്ടർ കോട്ടിയാടിന്റെ തലവന് നേരെ കുതിക്കുകയാണ്. അടുത്ത നിമിഷത്തിൽ അയാൾ മുന്നോട്ട് കുതിച്ചു. ശരിക്കും ആ നിമിഷം മുതൽ അടുത്ത ഏകദേശം ഒരു 30 മിനിറ്റ് നമ്മൾ കാണുന്നത് അതിശക്തമായ അറ്റാക്കാണ്. രണ്ടുപേരും കട്ടക്കട്ടങ്ങി നിൽക്കുകയാണ്. ഇമ്മോർട്ടൽ ചക്രവർത്തിയുടെ ഡിവൈൻ സെൻസിന്റെ വളരെ ചെറിയ ഒരു അളവ് മാത്രമാണ് ആ ഡെഡ് ബോഡിയിൽ ഉള്ളത്. കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എതിരാളി എപ്പോഴേ പടമായേനെ. എന്തായാലും ഒരു 10-30 മിനിറ്റ് രൂക്ഷമായ ഫൈറ്റ് പല ശൈലിയിലും രണ്ടുപേരും കൂടി നടത്തുമ്പോൾ ആ തണ്ടർ കോട്ടിയാടിന്റെ തലവന് ഒരു കാര്യം ബോധ്യമായി. തനിക്ക് ആ ഡെഡ് ബോഡിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിലായതും അയാൾ കൂടുതൽ ആളുകളോട് പറഞ്ഞു, ഞാൻ ഈ ഡെഡ് ബോഡിയെ നേരിടാം, നിങ്ങൾ ആ മാർക്കിനെ തീർക്ക്. അത് കേട്ടതും ലീ കുടുംബത്തിലെയും ഫ്ലോർ കുടുംബത്തിലെ ആളുകൾ മുന്നോട്ട് കുതിക്കാൻ ശ്രമിക്കുകയാണ്. ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ ഉറക്കെ ഇമ്മോർട്ടൽ ചക്രവർത്തിയോട് പറഞ്ഞു, യാവോ ചക്രവർത്തി, അയാളെ വിട്ടേക്ക്, നമുക്ക് ഇവരെ മുഴുവൻ അങ്ങ് തീർക്കാം. ആദ്യം ആ സോങ്ങിനെയാണ് തീർക്കേണ്ടത്, എന്നിട്ട് അവന്റെ അമ്മയെ, പിന്നെ അവന്റെ അമ്മാവന്മാരെ, അതിനുശേഷം ഈ ലീ കുടുംബത്തിലെ സകലരെയും, ഡീനിലെയും ഫ്ലോർ ഗ്രാനിയും ഒഴിച്ച് ബാക്കി എല്ലാവരും അങ്ങ് തീർത്തേക്ക്. മാർക്കിന്റെ ഓർഡർ കിട്ടിയതും ഇമ്മോർട്ടൽ ചക്രവർത്തി യാവോയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ യോദ്ധാവിനെ വിട്ടിട്ട് ഇമ്മോർട്ടൽ ചക്രവർത്തി യാവോ സോങ്ങിന്റെ നേരെ തിരിഞ്ഞു. ഇമ്മോർട്ടൽ ചക്രവർത്തി മാർക്ക് കൊടുക്കുന്ന ഓർഡർ അനുസരിക്കുന്ന ആളാണ്. മാർക്ക് പറഞ്ഞ കാര്യം കേട്ട് ആ ചക്രവർത്തി സോങ്ങിന് നേരെ തിരിഞ്ഞതും സോങ്ങും കൂടെയുള്ള എല്ലാവരും ഒന്ന് ഭയന്നു എന്ന് പറയാം. ഒരു 4th ലെവൽ ട്രിബുലേഷൻ ട്രാൻസെൻഡ് സ്റ്റേജിലെ യോദ്ധാവുമായി കൂളായി എതിരിട്ട വ്യക്തിയാണ് ആ ഡെഡ് ബോഡി. ആ ഡെഡ് ബോഡിയുടെ മുന്നിൽ അവരാരും ഒന്നുമേ അല്ല. അത് കണ്ടതും ആ തണ്ടർ കോട്ടിയാടിന്റെ ഉടമ മാർക്കോട് പറഞ്ഞു, മാർക്ക് സോറി ക്ഷമിക്കേ, നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാം. അത് കേൾക്കാൻ യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലർ അവിടെ ഉണ്ടായിരുന്നില്ല. മാർക്ക് ഈ നിമിഷത്തിൽ ജൂവിനെയും ചാങ് മാങ്ങിനെയും എമിലി ബ്ലാക്കിനെയും ആ
സുമേരു റിങ്ങിനകത്തേക്ക് വലിച്ചു കയറ്റിയിട്ട് ഒരൊറ്റ കുതിപ്പ് കുതിച്ചിരുന്നു. മാർക്ക് ഫെല്ലറും സംഘവും അവിടുന്ന് അതിവേഗതയിൽ പാഞ്ഞു പോകുന്നത് ഒരു അമ്പരപ്പോടു കൂടിയാണ് ആ തണ്ടർ കോർട്ട്യാർഡിന്റെ തലവൻ കണ്ടത്. ആ നിമിഷത്തിൽ ഫ്ലവർ ഗ്രാനിക്കും ഡീനിലേക്കും ഉണ്ടായ ആശ്വാസത്തിന് അതിരുകളില്ലെന്ന് പറയാം. ശരിക്കും ആ യുദ്ധം ഇനിയും മുന്നോട്ട് പോയെങ്കിൽ അവിടെ തണ്ടർ കോർട്ട്യാർഡ് അവസാനിക്കുവാൻ മാർക്ക് ഫെല്ലറും എമിലിയും ചേർന്ന് ആ സുമേരു റിങ്ങിനെ അതിവേഗം മുന്നോട്ട് കുതിപ്പിച്ചുകൊണ്ട് പോവുകയാണ്. എങ്ങോട്ടൊന്നില്ലാതെ പായുന്നു എന്ന് പറയാം. ഈ സമയത്ത് മാർക്ക് വല്ലാത്ത ക്ഷീണത്തിലുമാണ്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ മാർക്കിന്റെ ഊർജ്ജം മുഴുവൻ മാർക്ക് എടുത്ത് ഉപയോഗിച്ചതാണ്. മാർക്ക് എമിലിയുമായി ആ റിങ്ങുമായി അതിവേഗം പായുമ്പോൾ ഇവിടെ തണ്ടർ കോർട്ട്യാർഡിലെ ആ എർത്തൻ പീക്കിന് മുകളിൽ ഒരു വല്ലാത്ത ശാന്തത എത്തിനിൽക്കുകയാണ്. ഒരാളും ഒന്നും മിണ്ടുന്നില്ല. അവരെ മുഴുവൻ നോക്കിക്കൊണ്ട് ആ യാവോ കുടുംബത്തിന് എമോട്ടർ ചക്രവർത്തി കൈകൾ കെട്ടി അങ്ങനെ നിൽക്കുകയാണ്. അയാൾക്ക് നേരെ ആരെങ്കിലും ഒരാൾ അനങ്ങിയാൽ ആ നിമിഷം ആ ആളെ തീർക്കണം. അതാണ് ആ ഡെഡ് ബോഡിയുടെ ചിന്തയെന്ന് മറുഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് അറിയാം. അവരെല്ലാവരും നിശബ്ദമായി ശ്വാസം പോലും എടുക്കാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ നിമിഷത്തിൽ ഫ്ലവർ ഗ്രാനി ആ ഡെഡ് ബോഡിയോട് പറഞ്ഞു, ഇമോർട്ടൽ ചക്രവർത്തി മാർക്ക് പോയി കഴിഞ്ഞു. അത് കേട്ടതും ഫ്ലവർ ഗ്രാനിയെ ഒന്ന് നോക്കിയിട്ട് ഇമോർട്ടൽ ചക്രവർത്തി മാർക്ക് പോയ വഴിയെ പെട്ടെന്ന് ഒരൊറ്റ കുതിപ്പ്. ഈ സംഭവവികാസങ്ങൾക്ക് ആ തണ്ടർ കോർട്ട്യാർഡിലെ ലീഡർ സാക്ഷിയാണ്. അയാൾക്ക് ഒന്നും ചെയ്യാനോ പറയാനോ പറ്റാത്ത അവസ്ഥ. മാർക്ക് ഫെല്ലറുടെ കയ്യിലിരിക്കുന്ന മുഴുവൻ സാധനങ്ങളും സ്വന്തമാക്കാൻ ശ്രമിച്ച ആ നിമിഷം മുതൽ പ്രശ്നം ആരംഭിച്ചു എന്ന് അയാൾക്കിപ്പോൾ അറിയാം. സ്വന്തമാക്കി അവസാനം മാർക്കിന്റെ ഭാര്യയെ തന്നെ സ്വന്തമാക്കാൻ ശ്രമിച്ചെടുത്ത് സകലതും അവസാനിച്ചു. ഫ്ലവർ ഗ്രാനിയും ഡീൻലിയും തണ്ടർ കോർട്ട്യാർഡിലെത്തിയ ആ അതിഥികളുമായി പറഞ്ഞു, നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാ ചെയ്തത്. മാർക്കിനെ പോലെ ഒരാളെ പിണക്കാൻ പാടില്ലായിരുന്നു. ഡീൻലി അത് പറയുമ്പോൾ ഈ സംഭവവികാസങ്ങൾക്ക് സാക്ഷിയായ സകല ആളുകളുടെയും മനസ്സിൽ ആ ഉത്തരമുണ്ട്. പക്ഷേ സോങ്ങിന്റെ അമ്മയും അതങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. അവർ രണ്ടുപേരും എമിലി ബ്ലാക്ക് പോയ ആ വഴിയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. എമിലി ബ്ലാക്ക് ഒരു സർപ്പസുന്ദരിയാണ്. ആ സുന്ദരിയെ സ്വന്തമാക്കണമെന്ന് സോങ് ആലോചിച്ചു ആ നിമിഷം മുതൽ അവന്റെ മനസ്സിൽ എമിലി അങ്ങ് നിറഞ്ഞു പോയതാണ്. ആ എമിലിയാണ് ഇപ്പോൾ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നത്. മാർക്ക് ഫെല്ലറും എമിലി ബ്ലാക്കും കൂടി ചെന്നെത്തിയത് സാക്ഷാൽ ഹെവൻലി ക്ലൗഡ് സെക്ഷന് സമീപത്താണ്. മാർക്ക് ഒരുപാട് നാൾ ഉണ്ടായിരുന്ന അതേ ഹെവൻലി ക്ലൗഡ് സെക്ഷന് സമീപത്ത് അവരുടെ റിങ് എത്തിയതും ഒരു വിജനമായ സ്ഥലത്ത് അവര് റിങ് ലാൻഡ് ചെയ്തു. ആ റിങ് ലാൻഡ് ചെയ്തതും മാർക്കിന്റെ അടുത്തേക്ക് എമിലി ഓടി വന്നു. ആ നിമിഷത്തിൽ മാർക്ക് സർവ്വശക്തിയെടുത്ത് എമിലി കെട്ടിപ്പിടിക്കുകയും അതേ നിമിഷത്തിൽ മാർക്കിന്റെ ചൂണ്ടുകൾ എമിലിയുടെ ചൂണ്ടുകൾ തേടിയെത്തുകയും ചെയ്തു. അതുപോലെ തന്നെ തിരിച്ചു രണ്ടുപേരെയും കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്ന കണ്ടതും അകത്തുണ്ടായിരുന്ന ജൂ അവിടേക്ക് ഓടിയെത്തിയ ലിറ്റിൽ ഫാറ്റിയുടെയും അതുപോലെ ഷാരുവിനെ കണ്ണുകളെയും പൊത്തി. ഏയ് കുട്ടികളെ, നിങ്ങൾ കാണേണ്ട ഇത്. ജൂ അത് പറയുമ്പോൾ ആ കുട്ടികൾ കണ്ണിന്റെ ഇടയിലൂടെ ശരിക്കും ആ കാഴ്ച കാണുന്നുണ്ട്. ഒത്തിരിയേറെ ആളുകൾ ആ സുമേരു റിങ്ങിനകത്തുണ്ട്. ജീനയും ക്യൂനയും ഉൾപ്പെടെയുള്ള അനവധി ആളുകൾ, ഒരുപാട് സ്ത്രീകൾ അതിനകത്തുണ്ട്. ആ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വല്ലാത്തൊരു കൗതുകത്തോടെയാണ് ഈ കാഴ്ച കാണുന്നത്. ശരിക്കും മാർക്ക് ഫെല്ലർ സ്വപ്നം കണ്ടിരുന്ന ഒരു നിമിഷം അവരിതാ നേരിൽ കാണുകയാണ്. എമിലി ബ്ലാക്കിനെ സ്വന്തമാക്കാനായിട്ടാണ് മാർക്ക് ഈ യാത്ര മുഴുവൻ നടത്തുന്നത്. ഈ യുദ്ധം മുഴുവൻ നടത്തിയത് മാർക്ക് എമിലിയെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ്. മാർക്ക് ഇങ്ങനെ എമിലിയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് നിൽക്കുമ്പോഴാണ് ആ സുമേരു റിങ്ങിനകത്തേക്ക് യാവോ കുടുംബത്തിന്റെ ആ ഇമോർട്ടൽ ചക്രവർത്തി മടങ്ങിയെത്തുന്നത്. ഇമോർട്ടൽ ചക്രവർത്തി എത്തിയത് അറിയാതെ മാർക്ക് എമിലിയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് നിൽക്കുമ്പോൾ ജൂ എമിലിയുടെ അടുത്തെത്തിയിട്ട് എമിലിയെ പിടിച്ചൊന്ന് വലിച്ചു. എമിലി, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ജൂ പിടിച്ചു വലിക്കുന്നത്. എമിലിയെ ജൂ പിടിച്ചു വലിച്ചതും മാർക്കും എമിലിയും ഒന്ന് വേർപെട്ടു. ആ നിമിഷത്തിലാണ് ശരിക്കും രണ്ടുപേരും അവരെ തന്നെ നോക്കി നിൽക്കുന്ന ആ മുഴുവൻ ആളുകളെയും കാണുന്നത്. കൂടുതൽ ആ യാവോ കുടുംബത്തിന്റെ ഇമോർട്ടൽ ചക്രവർത്തി. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.